ബഹുമാനപ്പെട്ട രാമന്തളി മുഹമ്മദ് സാഹിബ്, ഈ വേദിയെ ധന്യമാക്കുന്ന പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ, പി ബാവ സാഹിബ്, മുഹമ്മദ് കുട്ടി ദാരിമി, അബ്ദുറഹ്മാൻ ഫൈലി, മറ്റു പ്രഗത്ഭരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ നമ്മുടെയൊക്കെ ആത്മീയതയുടെ ദീനീ സംരക്ഷണത്തിൻ്റെ വിശുദ്ധമായ വഴി കേരളത്തിലെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് തന്നെ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും അവകാശപ്പെടാൻ കഴിയാത്ത വിധം ദഅവത്തിന്റെ പരിശുദ്ധമായ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനായി സാധിച്ചു. അതിൻ്റെ ഈ കാലഘട്ടത്തിലെ ബഹുമാനപ്പെട്ട നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഒരു സംവിധാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ സമസ്തയുടെ ചരിത്രപ്രസിദ്ധമായ 60-ാം വാർഷികത്തിലും 70-ാം വാർഷികത്തിലുമൊക്കെ വളരെ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം, സമസ്ത എന്നത് ഔലിയാക്കളുടെ വഴിയാണ്. മഹാനായ ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞത് ലക്ഷക്കണക്കിന് ഔലിയാക്കളുടെ വഴിയാണ്, ഔലിയാക്കളുടെ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന്. ശംസുൽ ഉലമ പറഞ്ഞത് സമസ്തയുടെ 40 മുശാവറ മെമ്പർമാരും ഔലിയാക്കളാണ്, കുത്തുബീങ്ങളാണ്, ഗൗസീങ്ങളാണ് എന്നല്ല. സമസ്ത എന്നത് ലക്ഷക്കണക്കിന് ഔലിയാക്കളുടെ ഒരു വഴിയാണ്, ഔലിയാക്കളുടെ ഒരു സംവിധാനമാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ആശീർവദിച്ചതും സമസ്തയെ നയിക്കുന്നതും സമസ്തക്ക് പിന്തുണ നൽകുന്നതും സമസ്തയെ അംഗീകരിക്കുന്നവരും സമസ്തയുടെ അനുയായികളും ആ വിശുദ്ധമായ വിലായത്തിന്റെ അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലുള്ളവരാണ് എന്നതാണ് ശംസുൽ ഉലമ സമർത്ഥിച്ചത്. ബഹുമാനപ്പെട്ട ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്ത് പ്രഖ്യാപിച്ച് ചെയ്ത ദുആയിൽ, അള്ളാഹുവെ ഈ സമസ്തയെ ഇമാം മഹദി തങ്ങളിലേക്ക് എത്തിക്കണേ എന്ന ചരിത്ര പ്രസിദ്ധമായ ദുആ. ഇമാം മഹദി തങ്ങൾ അവസാന കാലഘട്ടത്തിൽ യഥാർത്ഥമായ ആത്മീയതയുടെ വഴി, സിറാത്തുൽ മുസ്തഖീമിന്റെ വഴി, ഹിദായത്തിന്റെ വഴി, നാളെ സുഖലോക സ്വർഗത്തിലേക്കുള്ള വഴി, ആ വഴി കലുഷിതമായ സാഹചര്യത്തിൽ ഇമാം മഹദി തങ്ങളിലൂടെയാണ് സംരക്ഷിക്കപ്പെടുക എന്നത് ലോകത്താർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണല്ലോ. ഇമാം മഹദി തങ്ങളെ ബൈഅത്ത് ചെയ്യുന്ന ഇമാം മഹദി തങ്ങളിലേക്ക് ലോകത്തെ ഹക്കായ എല്ലാ ആത്മീയ വഴികളും ചെന്നു ചേരും. അതാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത്. ലോകത്തുള്ള ആത്മീയ വഴികൾ, സ്വർഗത്തിലേക്കുള്ള വഴികൾ, അത് പരിശുദ്ധമായ മദീനയിലും മക്കയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലുമുള്ള മഹാന്മാരായ ആളുകൾ ഇമാം മഹദി തങ്ങളെ ബൈഅത്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ഇമാം മഹദി തങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കളിലൂടെ എത്തിച്ചേരുന്ന ആത്മീയമായ വഴിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പിന്നെ സമസ്തയെ കേവലം ഒരു സംഘടനയായി, അവരവരുടെ സംഘടനകളെ പോലെ ഒരു സംഘടനയാണ് സമസ്ത എന്നും മനസ്സിലാക്കി പോയതാണ് ഏറ്റവും വലിയ അബദ്ധം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തുടക്ക കാലഘട്ടം പരിശോധിച്ചാൽ നമുക്കറിയാം, ഇന്നത്തെ സംഘടനാപരമായ താല്പര്യങ്ങൾ, എന്തിനാണ് സംഘടന, എന്തിനാണ് സംഘടനയുടെ തലപ്പത്തേക്ക് എത്തുന്നത്, എന്തിനാണ് സംഘടനകളെ രൂപീകരിക്കുന്നത്, ഇന്ന് ഓരോരുത്തർക്കും അതിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. സംഘടനകൾ പലപ്പോഴും എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴിയാണ്. സംഘടനകൾ അധികാര കസേരകളിലേക്കുള്ള വഴിയാണ്. സംഘടനകൾ മറ്റുള്ളവരെ തകർക്കാനും പരാജയപ്പെടുത്താനുമുള്ള വഴികളാണ്.
മറ്റുള്ളവരെ സ്വാധീനിക്കാൻ, രാഷ്ട്രീയക്കാരെയും അധികാരികളെയും സ്വാധീനിക്കാനുള്ള വഴിയാണ്. വോട്ട് ബാങ്ക് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ഞെട്ടിക്കാനും വരച്ചവരയിൽ നിർത്താനുമുള്ള വഴികളാണ് ഇന്ന് പലർക്കും. അതിനുവേണ്ടി സംഘടനകൾ ഉണ്ടാക്കിയവർ, അത് ഏത് മതവിഭാഗത്തിലാണെങ്കിലും, ഞാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കോർണർ ചെയ്യുകയല്ല. ഏത് മതവിഭാഗങ്ങളിലും, ഏത് നാട്ടിലും, ഏത് സംസ്ഥാനത്തും ഈ കാലഘട്ടത്തിൽ പലരും സംഘടനകൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാ. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ 2 പതിറ്റാണ്ട് മുമ്പ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1925-26 കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെടുമ്പോ ആ കാലഘട്ടത്തിലെ സമസ്തയുടെ ഉലമാക്കൾക്ക് രാഷ്ട്രീയപരമോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ എന്തെങ്കിലും സംവിധാനങ്ങളിലോ താല്പര്യമുണ്ടായിരുന്നോ? പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും കഷ്ടപ്പാടുമുള്ള കാലഘട്ടത്തിൽ സമസ്തയുടെ ഉലമാക്കൾക്ക് സാമ്പത്തികമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ പത്രത്താളുകളിൽ ചിത്രം വരണം എന്ന താല്പര്യമുണ്ടായിരുന്നോ? ചാനലുകളുടെ മുന്നിൽ 4 വർത്തമാനം പറയണമെന്ന താല്പര്യമുണ്ടായിരുന്നോ? സംഘടനാപരമായ അങ്ങനെയുള്ള ഇന്ന് കാണുന്ന താല്പര്യങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ വളരെ നിഷ്കളങ്കരായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മഹാന്മാർ, ത്വരീഖത്തിന്റെ മശായിഖന്മാർ, ദുആക്കുത്തരം കിട്ടിയിരുന്ന മഹാന്മാർ, അവരല്ലേ ഈ മഹത്തായ വഴിയെ സംരക്ഷിച്ചത്? എന്തിനു വേണ്ടി? മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കൾ കേരളത്തിൽ നൂറ്റാണ്ടുകളായി നിലനിന്ന വിശുദ്ധമായ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ, ആ പാരമ്പര്യം എന്നത് ആത്മീയതയുടെ പാരമ്പര്യമാണ്, ഔലിയാക്കളുടെ പാരമ്പര്യമാണ്, സാദാത്തുക്കളുടെ പാരമ്പര്യമാണ്, മശായിഖന്മാരുടെ ത്വരീഖത്തിന്റെ അഹ്ലുകാരുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തെ തകർക്കാനും മുസ്ലിം സമുദായത്തെ ദീനിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോകാനും പുത്തനാശയക്കാരായ ആളുകൾ ശ്രമം നടത്തിയപ്പോ ദീനിന്റെ യഥാർത്ഥമായ വഴി, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശുദ്ധമായ ആദർശം വിശ്വാസത്തിലും കർമ്മത്തിലും ജനങ്ങൾക്കിടയിൽ മഹല്ലുകളും സംവിധാനങ്ങളും പഴയ പാരമ്പര്യത്തിൽ അടിയുറപ്പിച്ച് നിർത്താനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു പണ്ഡിത കൂട്ടായ്മ രൂപീകരിച്ചത്. സമസ്തയുടെ മുശാവറ മെമ്പർമാർ 40 ആണ്. ആ 40ന്റെ പോലും ഒരു ആത്മീയത നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അത് ദുആക്കുത്തരം കിട്ടുന്ന സദസ്സാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 40 മുഅ്മിനീങ്ങളുടെ ഒരു കൂട്ടായ്മ, അത് ഒരുപാട് നിഅമത്തും ബറക്കത്തുമുള്ള ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ടാണല്ലോ ജുമുഅക്ക് 40 ആളുകൾ ഒരുമിച്ച് കൂടി കൂട്ടപ്രാർത്ഥന നടത്താൻ വേണ്ടി പറഞ്ഞത്. ജുമുഅ എന്നത് പോലും അത് ഒരു ആത്മീയ സംഗമമാണ്. ജുമുഅ എന്നത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള ഒരു ഒത്തുകൂടലാണ്. പുത്തനാശയക്കാർ മനസ്സിലാക്കിയതുപോലെ അത് കേവലം ഒരു പ്രസംഗം ചെയ്യാനും കേവലം ഒരുമിച്ച് കൂടാനുമുള്ള ഒരു സമ്മേളനമല്ല, ഒരു യോഗമല്ല. അതുകൊണ്ടാണല്ലോ ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് വാക്കിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ടാണ് ഒരു ഇബാദത്ത് തീരുമാനിക്കപ്പെടുന്നതെങ്കിൽ ഈ പുതിയ നൂറ്റാണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ 1920-കൾക്ക് ശേഷമാണ് ലോകത്ത് തന്നെ ആദ്യമായി നാട്ടുഭാഷകളിൽ ഖുത്ബകൾ നടക്കാൻ തുടങ്ങിയത്. എത്ര നൂറ്റാണ്ട് കഴിഞ്ഞു പോയി. മഹാന്മാരായ സ്വഹാബിമാര്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലെ സ്വഹാബിമാര് അന്ന് തന്നെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന രാജ്യങ്ങളിലേക്ക് ദഅവത്തിന് പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ചൈനയിലേക്ക് വരെ ദഅവത്തിന് പോയില്ലേ? നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് 100-ലധികം സ്വഹാബിമാര് ദഅവത്തിന് വേണ്ടി കടന്നു വന്നു. ഇവിടെ വഫാത്തായി എന്നാണ് ചരിത്രം. 100-ലധികം സ്വഹാബിമാര് വന്നു. 100-ലധികം സ്വഹാബിമാരുടെ മഖബറകൾ ഈ കേരളത്തിന്റെ മണ്ണിൽ തന്നെയാണ് എന്ന് പ്രാമാണികമായ ചരിത്രരേഖകൾ പറയുമ്പോ ആ സ്വഹാബിമാര് ഇവിടെ വർഷങ്ങളോളം ജീവിച്ച് ഈ നാട്ടിലെ ഭാഷ പഠിച്ചിട്ടുണ്ട്. അന്നത്തെ ആ ഭാഷ, ആ പഴയ മലയാള ഭാഷ അന്നത്തെ സ്വഹാബിമാര് പഠിച്ചിട്ടുണ്ട്. ഓരോ സ്വഹാബിമാരും ഓരോ നാട്ടിലേക്ക് പോയപ്പോ ആ നാട്ടിലെ ഭാഷകൾ പഠിച്ചു. താബിഈങ്ങൾ, താബിഉ താബിഈങ്ങൾ ഓരോ നാടുകളിലെ ആ രാജ്യങ്ങളിലെ പ്രാദേശിക ഭാഷകളിൽ അവര് ദഅവത്ത് നടത്തി, പ്രസംഗിച്ചു, ക്ലാസ് നൽകി. പക്ഷേ എന്തേ അവരാരും അവരുടെ നാടുകളിൽ
ജുമുഅ സ്ഥാപിച്ചപ്പോ ആ നാട്ടുഭാഷയിൽ പ്രസംഗം നടത്താതിരുന്നത്? ഖുതുബ മലയാളത്തിലോ തമിഴിലോ അല്ലെങ്കിൽ ചൈനീസ് ഭാഷയിലോ മറ്റു ഭാഷകളിലോ ആക്കാതിരുന്നത്? ഈ നാടുകളിലൊക്കെ സ്വഹാബത്തും താബീങ്ങളും മഹാന്മാരും വലിയ വലിയ ഇമാമിങ്ങൾ ദഅവത്ത് നടത്തി. പിന്നെ ഈ ഒരു പുതിയ ഈ അവസാന കാലഘട്ടത്തിൽ അവർക്കാണൊരു ബോധോദയം. ഖുതുബ എന്ന അറബി വാക്കിനർത്ഥം പ്രസംഗം എന്നല്ലേ? പ്രസംഗം അത് തിരിയണമെങ്കിൽ മലയാളികൾക്ക് മലയാളത്തിലാവണ്ടേ? ഇത്രേ ന്യായമുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രമാണങ്ങളോ ചരിത്ര രേഖകളോ അതിന്റെ പിന്തുണയോ അല്ലെങ്കിൽ പാരമ്പര്യമായി ഏതെങ്കിലും മഹാൻ അങ്ങനെ ചെയ്തു എന്ന പല വിഷയങ്ങളിലും മറ്റുള്ള എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാവാം. അങ്ങനെ യാതൊരു തെളിവുമില്ലാത്ത വലിയ പുണ്യമായ ഒരു ഇബാദത്തിനെ എന്തിനാണ് പൊളിച്ചു കളഞ്ഞത്? കേവലം യുക്തിവാദം മാത്രമല്ല ഇത്. ശംസുൽ ഉലമ ചോദിച്ചു, ഖുതുബ ശരി, പ്രസംഗം. ജുമുഅ എന്താ അതിന്റെ അർത്ഥം? ജുമുഅ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടൽ, സമ്മേളനം, സംഗമം, യോഗം, മീറ്റിംഗ് എന്നൊക്കെ അർത്ഥം പറഞ്ഞൂടെ? ജുമുഅ എന്താ വാക്കിനർത്ഥം? ഖുതുബ പ്രസംഗം. ശരി, ജുമുഅ അതിനും പറ അർത്ഥം. ശംസുൽ ഉലമ പറഞ്ഞല്ലോ, 1000 പ്രസംഗം കേട്ടാൽ ഒരു ഖുതുബ കേട്ട കൂലി ലഭിക്കൂല. 1000 പ്രസംഗം കേട്ടാൽ ഒരു ഖുതുബ നിർബന്ധമായി കേൾക്കേണ്ട ബാധ്യത വിടൂല. 1000 യോഗത്തിനും 1000 മീറ്റിംഗിനും സമ്മേളനത്തിനും പോയാൽ ഒരു ജുമുഅയുടെ ബാധ്യത വീടൂല. ഒരു ജുമുഅക്ക് പോയ കൂലി ലഭിക്കൂല. അത് കേവലം ഒരു പ്രസംഗമല്ല. ഇനി സ്വലാത്ത് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നിസ്കാരത്തിന് സ്വലാത്ത് എന്ന് പറയുമല്ലോ. അസ്സലാത്തു ഖൈറും മിനൻ നൗം. നമ്മൾ എന്താ അർത്ഥം പറയാ? അസ്സലാത്തു നിസ്കാരം. പള്ളിയിലേക്ക് വാങ്ങി വിളിക്കുമ്പോ ഹയ്യ അലസ്സലാ, നിസ്കരിക്കാൻ വരുവിൻ. സത്യത്തിൽ അസ്സലാ എന്നതിന്റെ അർത്ഥം. വാക്കർത്ഥം പറയുമ്പോ ദുആയാണ്. എന്നാൽ എല്ലാ ദുആയും നിസ്കാരമാകുമോ? നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന് 14 ഫർളുകളുണ്ട്. അത് ഒരുപാട് കർമ്മങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന കുറെ കർമ്മങ്ങളുള്ള, കുറെ പ്രവർത്തനങ്ങളുള്ള, അഫ്ആലുകളുള്ള, അഖ്വാലുകളുള്ള ഒരു പ്രത്യേകമായ ആരാധനാ കർമ്മമാണ് നിസ്കാരം. എന്നതുപോലെ ജുമുഅ എന്നത് കേവലം ഒരു യോഗമല്ല. ഖുതുബ എന്നത് കേവലം ഒരു പ്രസംഗമല്ല. ഖുതുബക്ക് 5 ഫർളുകളുണ്ട്, അതിന് സുന്നത്തുകളുണ്ട്, ഷർത്തുകളുണ്ട്. എന്റെ ഈ പ്രസംഗത്തിന് വുളൂഅ് വേണമെന്ന് നിർബന്ധമില്ല. വെള്ളിയാഴ്ച പള്ളിയിൽ ഖുതുബ നടത്തുന്ന ഖതീബിന് 2 അശുദ്ധികളിൽ നിന്ന് ശുദ്ധി വേണം, വുളൂഅ് വേണം, ഔറത്ത് മറക്കണം. അതേപോലെ അതിന്റെ ഫർളുകൾ പാലിക്കണം. അത് വെള്ളിയാഴ്ച അതിന് ദിവസമുണ്ട്, അതിന് സമയമുണ്ട്, ളുഹറിന്റെ സമയം. അങ്ങനെ നിബന്ധനയുള്ള ഒരു ഇബാദത്ത്. അൽ ഖുതുബത്തു തഖൂമു മഖാമ റകഅതൈൻ മിനൽ ഫർദ്. 2 റകഅത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്തുള്ള 2 ഖുതുബ, ചുരുങ്ങിയ സമയം കൊണ്ട് 2 ഖുതുബ. അപ്പോൾ അത് നിസ്കാരം പോലെ ഒരു ഇബാദത്താണ്. ഫർളുകളും ഷർത്തുകളും ഒക്കെ ഉള്ള ഇബാദത്താണ്. ആ ഒരു ഇബാദത്തിനെ കേവലം ഒരു പ്രസംഗം എന്ന് പറഞ്ഞ് എന്തിനു നശിപ്പിക്കണം? അത് അറബിയിലല്ലാതെ സഹീഹല്ല. അത് ലോകത്തെ എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞതാണ്. അതിനി മറ്റൊരു വ്യാഖ്യാനവും നൽകേണ്ട കാര്യവുമില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ 5 ഫർളുകളിൽ 5ാമതായി പറയുന്ന ഫർള് എന്താ? മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ നടത്തുക. നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ദുആക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയാവണം അതിന്റെ ചില ഹിക്മത്തുകൾ. ഓരോ ഇബാദത്തിന്റെയും സിറുകളും ഹിക്മത്തുകളും മഹാന്മാര് പറയുന്ന കൂട്ടത്തിൽ വെള്ളിയാഴ്ച ഖുതുബക്ക് 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ 40 എന്നത് ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സദസ്സാണ്. കാരണം ജുമുഅക്ക് ഒരുമിച്ച് കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടപ്രാർത്ഥന നടത്തലാണ്. അതിന്റെ ആത്മീയ വശം അതാണ്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. നമ്മുടെ ഈ നാട്ടിലും ഇത്തരത്തിലുള്ള ബിദ്അത്തിന്റെ ആശയങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തുന്ന ആളുകൾ, പഴയ പാരമ്പര്യത്തെ അടച്ചാക്ഷേപിച്ച് മഹാന്മാരുടെ ആത്മീയമായ വഴികളെ കൊച്ചായി കാണുന്നവർ, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ ചില കാര്യങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ചിന്തിക്കാത്തത് കൊണ്ടാണ്. അവരുടെ പ്രഭാഷകരും അവരുടെ സീഡികളും അവരുടെ ക്ലിപ്പുകളും കേട്ട് ഇതാണല്ലോ ശരി, ഖുതുബ പ്രസംഗമല്ലേ, പ്രസംഗം മലയാളത്തിലാവണ്ടേ, തിരിയണ്ടേ, ഇത്രയേ ചിന്തിച്ചുള്ളൂ നമ്മുടെ ചെറുപ്പക്കാര്. അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുന്നവർ, അതിനുവേണ്ടി പ്രസംഗിച്ച് നടക്കുന്നവര്.
നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഇതിന്റെയൊക്കെ യഥാർത്ഥമായ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി എന്താണ് ദീനിന്റെ ആത്മീയത എന്ന് പഠിക്കുമ്പോ നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ പഠിപ്പിച്ചതായിരുന്നു ശരി എന്ന് ബോധ്യപ്പെടും. ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പർമാരുടെ എണ്ണം അന്ന് 40 എന്ന വരക്കല തങ്ങളുപ്പാപ്പ തെരഞ്ഞെടുപ്പിന്റെ ആത്മീയ ലക്ഷ്യം പോലും നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. കേവലം സംഘടനാപരമായ താല്പര്യങ്ങളല്ല അവർക്കുണ്ടായിരുന്നത്. 500 കൊല്ലത്തിലധികം മഹാന്മാരായ മഖ്ദൂമിങ്ങളുടെ ആത്മീയ വഴി വളരെ ഭംഗിയായി കേരളത്തിൽ നിലനിന്നു. ആത്മീയമായ മഖ്ദൂമി വഴി അത് പിന്നീട് കാലഘട്ടത്തിനനുസരിച്ച് സംരക്ഷിക്കാൻ വേണ്ടി വന്ന ഒരു സംഘടിത സംവിധാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത പുതിയതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സമസ്ത ഏതെങ്കിലും ഒരു മസ്അല പുതിയതായി പറഞ്ഞോ? എന്തെങ്കിലും ഒരു വീക്ഷണം പുതിയതായി പറഞ്ഞോ? എന്തെങ്കിലും ഒരു പുതിയ പ്രമേയം പറഞ്ഞോ? എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം പറഞ്ഞോ? അതുകൊണ്ട് സമസ്തയുടെ 90 കൊല്ലക്കാലഘട്ടത്തിലധികമുള്ള ചരിത്രത്തിൽ 85ാം വാർഷിക മഹാസമ്മേളനം നടന്ന ആ വേദിയുടെ തൊട്ടടുത്തല്ലേ നമ്മളുള്ളത്. കഴിഞ്ഞ വർഷം 90ാം വാർഷികം നടന്നു. 90 വർഷം കഴിഞ്ഞ് 91 വർഷം പൂർത്തിയായ സമസ്തയുടെ ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു തീരുമാനം ഇന്നേ വരെ പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രമേയം തിരുത്തേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങൾ ആ തീരുമാനിച്ചത് തെറ്റായിരുന്നു, നിർവ്യാജം ഖേദിക്കുന്നു എന്ന് സമസ്തക്ക് ഒരു മാപ്പപേക്ഷ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞ മസ്അല തെറ്റായിരുന്നു, ഞങ്ങളുടെ കാഴ്ചപ്പാട് തെറ്റായിരുന്നു, അബദ്ധം പറ്റിപ്പോയി എന്ന് സമസ്തക്ക് പറയേണ്ടി വന്നിട്ടുണ്ടോ? ലോകത്തെ ഏതെങ്കിലും ഒരു സംഘടനക്ക് അങ്ങനെ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയും? എന്തുകൊണ്ട്? ഓരോ സംഘടനകളും തിരുത്തിക്കൊണ്ടേയിരിക്കുകയല്ലേ. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അവര് 4 കൊല്ലം കൂടുമ്പോ ഒരു പ്രത്യേകമായ യോഗം ചേരാറുണ്ട്. അവര് തന്നെ പറയാറുള്ളത് 4 കൊല്ലം കൂടുമ്പോ ഞങ്ങളൊന്ന് കൂടിയാലോചിച്ച് നയനിലപാടുകൾ മാറ്റാനാണ് എന്ന്. എത്രയെത്ര ഹറാമുകൾ അവർ ഹലാലാക്കി. ഒരു കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഗവൺമെന്റ് ജോലി സ്വീകരിക്കൽ ഹറാമായിരുന്നു. ഗവൺമെന്റ് സർട്ടിഫിക്കറ്റുകൾ വലിച്ച് പിച്ചിച്ചീന്തിയ ജമാഅത്തുകാര് ഇപ്പോഴും അന്തം വിട്ട് വീട്ടിലിരിക്കുന്നില്ലേ? പഠിച്ചു പാസ്സായ സർട്ടിഫിക്കറ്റ് കാരണം ഗവൺമെന്റ് ജോലിക്ക് പോയാൽ ഹറാമ് എന്ന് അവരുടെ ഷൂറ കൂടി തീരുമാനിച്ച് പാവങ്ങളെ സർട്ടിഫിക്കറ്റ് ചീന്തിക്കളഞ്ഞു. വിദ്വാൻമാരെ ചീന്തിക്കളയാതെ സൂക്ഷിച്ചു വെച്ചു. 4 കൊല്ലം കഴിഞ്ഞ് നിലപാട് മാറുമ്പോ, കാരണം അവർക്കറിയാം നിലപാട് മാറ്റിയപ്പോ അവര് പിന്നെ ഗവൺമെന്റ് ജോലി സ്വീകരിച്ച് ഇപ്പൊ പെൻഷൻ വാങ്ങി സുഖമായിരിക്കുക. മറ്റുള്ള സാധുക്കൾ പെൻഷനും ഇല്ല, ഒന്നുമില്ല. കാരണം സർട്ടിഫിക്കറ്റ് ചീന്തിക്കളഞ്ഞില്ലേ. കോടതിയിൽ കയറാൻ പാടില്ല, കോടതിയെ വിശ്വസിക്കാൻ പാടില്ല, ജനാധിപത്യ മതേതര സംവിധാനങ്ങളെ വിശ്വസിക്കാൻ പാടില്ല. ഇതൊക്കെ താഹൂത്താണ്, വഴിപ്പെടാൻ പാടില്ല, അനുസരിക്കാൻ പാടില്ല, വോട്ട് ചെയ്യാൻ പാടില്ല, ഹറാം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ഹറാം, എല്ലാം ഹറാമായിരുന്നു. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ അവസ്ഥ എന്താ? ഇപ്പൊ അവരുടെ നിലപാടെന്താ? അവരും മാറ്റിക്കൊണ്ടേയിരിക്കല്ല. അത് അവർക്കൊരു വിഷയമല്ല. അവർ പരസ്യമായി പറയും ഞങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. എത്ര ഞാൻ എണ്ണി പറയുകയാണെങ്കിൽ എത്ര നൂറുകണക്കിന് കാര്യങ്ങൾ മുൻകാലഘട്ടത്തിൽ അവർക്ക് ഹറാമായിരുന്നു, പിന്നെ ഹലാലായി, അന്ന് ഹലാലായിരുന്നു, പിന്നെ ഹറാമായി. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇത് കേവലം എന്തെങ്കിലും ഒരു അഭിപ്രായം പറയലല്ലോ. ഹറാം എങ്ങനെയാ ഹലാലാവുക? ഹലാൽ എങ്ങനെയാ ഹറാമാവുക? താഹൂത്ത് എങ്ങനെയാണ് തൗഹീദാവുക? അപ്പൊ അവര് കൂടി തീരുമാനിക്കലാണ്, തീരുമാനം പാസ്സാക്കല. അത് 4 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ മാറും. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രീതിയാണ്. അതേപോലെ നമ്മുടെ കേരളത്തിലെ വഹാബികളുടെ അവസ്ഥ എന്താ? അവരുടെ ഈ ആശയപരമായ നിലപാട് മാറ്റം കാരണമല്ലേ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നിക്കലും ഒന്നിക്കലും പിന്നെ ഭിന്നിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ വലിയ ചരിത്രത്തിലെ വലിയ മഹാസംഭവമായി പറയാ 2 മുജാഹിദ് ഒന്നിച്ചു എന്ന്. സത്യത്തിൽ എന്താ അതിന്റെ രഹസ്യം? എന്താണ് സത്യത്തിൽ? ഇവിടെ യാതൊരു യോജിപ്പും നടന്നിട്ടില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വളരെ ശക്തമായ ഒരു പിളർപ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായി. അവരുടെ യുവജന നര ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം വയസ്സരായ പഴയ മുജാഹിദുകൾക്കെതിരെ AP അബ്ദുൽ ഖാദർ മൗലവി, TP അബ്ദുൽ കോയ മദനി ഉൾപ്പെടെയുള്ള പഴയ ആളുകൾക്കെതിരെ ഒരു പടനീക്കം നടത്തി.
എന്തിന്റെ പേരിൽ? സത്യത്തിൽ അന്ന് ഈ വയസ്സന്മാരായ ആളുകൾക്ക് സത്യത്തിൽ ഒരു നിലപാടും ഉണ്ടായിരുന്നില്ല. അവരുടെ ആദർശത്തിലോ ആശയത്തിലോ ഒരു നിലപാടുമില്ലാത്തവർ ഗൾഫിലും മറ്റുമൊക്കെ പോയി ഗൾഫ് സലഫിസത്തിന്റെ സ്വാധീനം കിട്ടിയ കുറെ പുതിയ ആശയക്കാർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ വഹാബിസത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞാല് ഗൾഫ് സലഫിസമായിരുന്നില്ല, അത് ഈജിപ്തിൽ നിന്നും മറ്റുമൊക്കെ വന്ന ഒരു സലഫിസമായിരുന്നു. ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും റഷീദ് റിളയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും ഒക്കെ ആ ഒരു വഴിയിൽ ഈജിപ്തിൽ നിന്ന് വരുന്ന അൽമനാർ വായിച്ച് അതിൽ നിന്ന് ആശയം കിട്ടിയ ഒരു തരം സലഫിസമാണ് പഴയ കാലത്ത് ഇവിടെ പഴയ മുജാഹിദുകൾ ഇവിടെ പ്രചരിപ്പിച്ചത്. 1970-കൾക്ക് ശേഷം കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ ഗൾഫിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ ഗൾഫിൽ സൗദി അറേബ്യയിൽ ഉണ്ടായ സലഫിസം, ഗൾഫ് മേഖലകളുണ്ടായ സലഫിസം, അതും പഴയ കാലത്ത് നമ്മുടെ കേരളത്തിലേക്ക് എന്ന് പറഞ്ഞ 1920-കളിൽ വന്ന സലഫിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഈ രണ്ട് സലഫിസം തമ്മിൽ കേരളത്തിലെ സലഫികൾക്കിടയിൽ ആശയ സംഘടനമുണ്ടായി. ആ ആശയ സംഘടനത്തിലാണ് അവർ രണ്ട് ഗ്രൂപ്പായി പിളർന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം പഴയ ചില ആശയങ്ങൾ മാറ്റി ജിന്നുകൾക്ക് നമ്മെ സ്വാധീനിക്കാൻ കഴിയും, സിഹർ ബാധ ഏൽക്കും, ജിന്നിന്റെയും സിഹറിന്റെയും ഒക്കെ ഉപദ്രവം തടുക്കാൻ അതിന് ഖുർആനികമായ മന്ത്രങ്ങളൊക്കെ അനുവദനീയമാണ് എന്നുള്ള ആശയത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടായി. അതേപോലെ ജിന്നുകളുടെ സഹായം തേടാം, യാ ഇബാദല്ലാഹ് അഈനൂനി എന്നൊക്കെ ചോദിക്കാം. അത് ചില ആളുകൾ തന്നെ പ്രസംഗിച്ചത് ഞങ്ങൾ പഠിച്ചപ്പോൾ ചില ഹദീസുകളൊക്കെ കണ്ടെത്തി എന്നാണ്. പഠിച്ചപ്പോൾ ചില ഹദീസുകളൊക്കെ കണ്ടെത്തി. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ് തള്ളാൻ പറ്റാത്ത ഹദീസാണ് എന്ന് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പൊ ജിന്നുകളോട് സഹായം തേടാം, മനുഷ്യരല്ലാത്ത മറ്റു പടപ്പുകളോട് സഹായം തേടാം എന്ന രീതിയിലേക്ക് ആശയങ്ങൾ വന്നപ്പോ അവർക്കിടയിൽ സംഘടനകൾ ഉണ്ടായി. ജിന്നിനെയും സിഹറിനെയും ഒക്കെ ശക്തമായി എതിർക്കുന്ന ഒരു വിഭാഗമുണ്ടായി, മറുവിഭാഗം അനുകൂലിക്കുന്ന വിഭാഗമുണ്ടായി. പിന്നീട് ഔദ്യോഗിക വിഭാഗത്തിൽ പിന്നെയും പിളർപ്പുണ്ടാവുകയാ. ഔദ്യോഗിക വിഭാഗത്തിൽ ഒരു വിഭാഗം ആളുകൾ ചിന്തിച്ചു, നമ്മൾ പഴയ കാലത്ത് പറഞ്ഞതന്നല്ലേ ശരി എന്ന് പറഞ്ഞാൽ സിഹറുണ്ടോ, ജിന്നുണ്ടോ? നമ്മളെ പഴയ കാലത്തെ CN അഹമ്മദ് മൗലവിയും അതേപോലെ കട്ടലശ്ശേരിയും അതേപോലെ പഴയ കാലത്തുള്ള KM മൗലവിയും ഒക്കെ അവര് പഠിപ്പിച്ച ആ പഴയ ആശയങ്ങൾ തന്നെ, അത് തന്നെയല്ലേ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ഒരു വിഭാഗത്തിനിടയിൽ. അപ്പോൾ അവർക്കിടയിൽ പിന്നെയും പിളർപ്പുണ്ടാവുകയാണ്. ഇന്ന് വിസ്ഡം വിഭാഗം വളരെ ശക്തമായ അവരുടെ കൂട്ടത്തിൽ, ഞാൻ അങ്ങനെ അവരുടെ കൂട്ടത്തിൽ എന്നാ പറയുന്നത്, ശക്തമായ വിഭാഗം അവർ വലിയ ആൾക്കാരായതുകൊണ്ടല്ല, പക്ഷെ മുജാഹിദ് വിഭാഗത്തിലെ ഉള്ള മുജാഹിദുകളിൽ നല്ല ജനസ്വാധീനമുള്ള വിസ്ഡം വിഭാഗം, ആ വിസ്ഡം വിഭാഗം വേറെ മാറിപ്പോയപ്പോൾ ഔദ്യോഗിക വിഭാഗത്തിലെ ആളുകൾ മടവൂരിന്റെ ആശയത്തിലേക്ക് യോജിപ്പുണ്ടായി. അങ്ങനെ ആശയപരമായി ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞ് അതൊരു നിലപാടും ഒരു നിലനിൽപ്പും കൃത്യമായി ഇല്ലാത്തത് കൊണ്ട് അണികൾ കുറഞ്ഞു പോവുകയാണ് എന്ന് ഔദ്യോഗിക വിഭാഗത്തിനൊരു തോന്നലുമുണ്ടായപ്പോ മടവൂരിന്റെ കൂടെ ഒന്നാകാനുള്ള ഒരവസരമുണ്ടായി എന്നേ ഉള്ളൂ. സത്യത്തിൽ ശക്തമായ പിളർപ്പ് മുജാഹിദ് വിഭാഗത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലാരും ആഘോഷിക്കേണ്ടത് സമുദായ നേതാക്കളോ ഒന്നും ആഘോഷിക്കേണ്ട കാര്യമല്ല. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്താണ് ഇബാദത്ത്, എന്താണ് ദുആ, ഇതൊന്നും കൃത്യമായി ഇപ്പോഴും പറയാൻ സാധിക്കാതെ ഗവേഷണവും നിരീക്ഷണവും ലബോറട്ടറിയുമായി നടന്ന് എല്ലാവരും സംശയാലുക്കളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം സംശയമാണ്, ആർക്കും ആരെയും വിശ്വാസമില്ല, ഖുർആനും വിശ്വാസമില്ല, ഹദീസും വിശ്വാസമില്ല. എപ്പോഴും സംശയങ്ങൾ വരാം, ആശയങ്ങൾ മാറാം. ഏത് സമയത്തും തൗഹീദ് ശിർക്കാവാം, ശിർക്ക് തൗഹീദാവാം. അതുകൊണ്ടല്ലേ അവർ തമ്മിലുള്ള ശക്തമായ വടംവലിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപം പറയുന്നത്. ഒരു വിഭാഗം മറ്റേ വിഭാഗത്തെ പറയുന്നത് ഹദീസ് നിഷേധികൾ, ഖുർആൻ നിഷേധികൾ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ചേകന്നൂരും CN അഹമ്മദ് മൗലയും ഒക്കെ ഹദീസ് നിഷേധികളായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതുപോലെ ഹദീസ് നിഷേധികളായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശക്തമായ ആരോപണം, അതേപോലെ ബിദ്അത്തിന്റെ ആരോപണം, ശിർക്കിന്റെ ആരോപണം, ഇതിൽ കുറഞ്ഞ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ടോ?
കുഫ്രിയത്തിന്റെ ആരോപണം, ശിർക്കിന്റെ ആരോപണം, ബിദ്അത്തിന്റെ ആരോപണം, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ ആരോപണങ്ങൾ, ഇത് മറച്ചുവെക്കാൻ വേണ്ടി ചിലപ്പോ നമ്മുടെ നാടുകളിലൊക്കെ വന്ന് അവര് പഴയ കാലത്ത് പഠിച്ചു വെച്ച കുറെ പാട്ടും മൗലിദിന്റെ കുറെ വരികളും മുഹ്യിദ്ദീൻ മാലയുടെ 4 വരിയൊക്കെ പാടി എന്നിട്ട് പൊതുജനങ്ങളെ കൺഫ്യൂഷൻ ആക്കും. അതാണ് നമ്മുടെ നാട്ടിലും സംഭവിച്ചത്. സത്യത്തിൽ അവർക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ ആദർശ വ്യതിയാനങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത്, അവർക്ക് തന്നെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ മാറ്റങ്ങളും തിരുത്തലുകളും പിന്നെ ഖേദപ്രകടനവും, ഒരു കാലഘട്ടത്തില് ശിർക്കായിരുന്നത് ഇപ്പൊ പറ്റുമെന്ന് പറയുന്നതും, അല്ലെങ്കിൽ അന്ന് ബിദ്അത്ത് എന്ന് പറയുന്നത് ഇപ്പൊ ബിദ്അത്തല്ല എന്ന് പറയുന്നതും, ഇവരുടെ ഒക്കെ രീതി, ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒന്നും തിരുത്തേണ്ടി വന്നിട്ടില്ല. കാരണം സമസ്ത പുതിയതായി ഒന്നും പറയുന്നില്ല. സമസ്ത പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വന്ന ഒരു സംഘടനയല്ല. സമസ്ത പുതിയ മസലകൾ പറയാൻ വന്ന സംഘടനയല്ല. സമസ്ത ഇവിടെ നിലനിൽക്കുന്നത് നമ്മുടെ മുൻഗാമികളായ ഇമാമുമാർ, നമ്മുടെ മഹാന്മാരായ സൂഫിയാക്കൾ, ഔലിയാക്കൾ, സാദാത്തുക്കൾ, മശായിഖന്മാർ, മഹാന്മാരായ താബിഉകൾ, താബിഉകൾ, മഹാന്മാരായ സഹാബത്ത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പാരമ്പര്യത്തിന്റെ, പൈതൃകത്തിന്റെ, ഇത്തിബാഇന്റെ ആ ചങ്ങലകൾ കോർത്ത് കൃത്യമായി ഇവിടേക്ക് കൊണ്ടുവന്ന ദീൻ, വിശ്വാസത്തിലും കർമ്മത്തിലും ആത്മീയതയിലും എല്ലാ മേഖലകളിലും ആ പഴയ പാരമ്പര്യം നിലനിർത്തുക അതേ സമസ്ത ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് മഹാന്മാരായ പഴയ ഇമാമിയങ്ങളുടെ ഒരു കാര്യം അത് പറയുക, അപ്പോൾ ഒന്നും തിരുത്തേണ്ടി വരില്ല, അബദ്ധങ്ങൾ പറ്റൂല. ഒരു മസ്അല പറയുമ്പോ കേരളീയ സാഹചര്യത്തിൽ ശാഫിഈ മദ്ഹബിലെ മഹാന്മാരായ ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞു അത് കൃത്യമായി സമസ്ത പറഞ്ഞു കൊടുക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടമില്ല. ഓരോ കാര്യത്തിലും നമ്മുടെ അഖീദയിൽ കൃത്യമായ വഴിയുണ്ട്, നിലപാടുകളുണ്ട്. നമ്മുടെ ആത്മീയമായ കാര്യങ്ങൾ കൃത്യമായ വഴികളുണ്ട്, നിലപാടുകളുണ്ട്. ആ വഴിയിൽ മഹാന്മാരായ മുൻഗാമികൾ പഠിപ്പിച്ച യഥാർത്ഥമായ ആത്മീയമായ വഴിയിൽ ആ തൗഹീദ് കാത്തു സൂക്ഷിക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഠിനമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ജനകീയമായ അടിത്തറ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അംഗീകാരം, ആളുകളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് ഹഖ് എന്ന് ബോധ്യപ്പെട്ട് എത്രയോ ആയിരക്കണക്കിന് ബിദ്അത്തിന്റെ ആളുകൾ വഹാബിസത്തിലും ജമാഅത്തെ ഇസ്ലാമിയിലും മൗദൂദികളായും ഒക്കെ പ്രവർത്തിച്ചവർ കാര്യം തിരിഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ നമ്മുടെ ഈ സ്റ്റേജിലിരിക്കുന്ന നേതാക്കളെ പോലെ ഹക്കായ വഴി ബോധ്യപ്പെട്ടുകൊണ്ട് ഈ സമസ്ത എന്ന ആത്മീയമായ പ്രസ്ഥാനത്തിലേക്ക് ഒരു കാലഘട്ടത്തിൽ വിഘടിച്ചു നിന്നവർ, ഒരു കാലഘട്ടത്തിൽ അത് തെറ്റുദ്ധാരണ അവരെ കുറ്റപ്പെടുത്തുകയല്ല, കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോ പ്രിയപ്പെട്ട മലയമ്മയെ പോലെ, രാമന്തളിയെ പോലെ നൂറുകണക്കിന് എന്നാണ് കഴിഞ്ഞ കാലങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. സമസ്തയുടെ ജനകീയത, മിനിഞ്ഞാന്ന് ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ പ്രിയപ്പെട്ട നൗഷാദ് മാക്കവി ആ സദസ്സിൽ വെച്ച്, 10,000കണക്കിന് ആളുകളുടെ സദസ്സിൽ വെച്ച് നൗഷാദ് മാക്കവി പറഞ്ഞത്, ഞാന് എന്റെ നാട്ടിൽ എന്റെ വീടിനോട് ചേർന്ന് ജാമിഅ നൂരിയ അറബി കോളേജിന്റെ ഒരു ജൂനിയർ കോളേജ് സ്ഥാപിക്കാൻ പോവുകയാണ്. എന്റെ മഹലിലും ചുറ്റുഭാഗത്തുമായി SKSSFന്റെ 19 യൂണിറ്റുകൾ അത് രൂപീകരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ ചിറയൻകീഴിൽ, ആ പരിസര പ്രദേശങ്ങളിൽ, തിരുവനന്തപുരത്തും കൊല്ലത്തും ആ തെക്കൻ ജില്ലകളിൽ മജ്‌ലിസുൻ നൂറിന്റെ ആത്മീയ സദസ്സുകൾ സ്ഥാപിക്കുകയാണ്. ഞാൻ എന്റെ ജീവിതകാലം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക്, SKSSFന്, SYSന് സംഘടന തെക്കൻ കേരളത്തിൽ കെട്ടിപ്പടിക്കാൻ വേണ്ടി എന്റെ ഊർജവും അധ്വാനവും ഞാൻ നീക്കിവെക്കുകയാണ് എന്ന് പ്രിയപ്പെട്ട നൗഷാദ് മാക്കവി പറഞ്ഞ് അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞു. ഈ മലബാറിൽ ഒരുപാട് സമസ്തയുടെ ഉസ്താദുമാരുമായി ബന്ധപ്പെടുമ്പോ അവരെ കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ട അദ്ദേഹം പറഞ്ഞ കാര്യം അതാണ്. സമസ്തയുടെ ആലിമീങ്ങൾ ആരാണ് എന്നെനിക്ക് മനസ്സിലായി. മലബാറിൽ സമസ്തയുടെ ഉലമാക്കളുമായി നേരിട്ട് ബന്ധപ്പെട്ടപ്പോ മഹാന്മാരായ സമസ്തയുടെ ഉസ്താദുമാരുടെ യഥാർത്ഥമായ ജീവിതം, ആ ജീവിതത്തിന്റെ നിഷ്കളങ്കത, ആ ജീവിതത്തിന്റെ പരിശുദ്ധി, അതൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ട് അദ്ദേഹം അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട മഹാനായ ശൈഖുന കാളമ്പാടി ഉസ്താദ്
കാളമ്പാടി ഉസ്താദിനെ ജാമിയയിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി അത്യാവശ്യം സമ്പത്തുള്ള കുടുംബത്തില, പിതാവ് ഗൾഫിലൊക്കെയാണ്. അപ്പോൾ ആ കുട്ടി ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, ഞാനൊരു ടോർച്ച് ഉസ്താദിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ടോർച്ച് ഇടക്കിടക്ക് ബാറ്ററി മാറ്റണ്ട, കാരണം ഉസ്താദിന്റെ കയ്യിലുള്ള പഴയ ടോർച്ച്, പഴയ കത്ത ബാറ്ററി, ആ മാറ്റിക്കൊണ്ടിരിക്കുന്ന പഴയ ടോർച്ച. ഉസ്താദിനോട് പറഞ്ഞു, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ടോർച്ചാണ്, ഇത് വളരെ സൗകര്യമാണ്, കാരണം ഇത് പ്ലഗിൽ കുത്തിക്കൊടുത്താൽ ഓട്ടോമാറ്റിക്കായി ചാർജ് ആവും, ബാറ്ററി മാറ്റണ്ട. മഹാനായ ശൈഖുന കാളമ്പാടി ഉസ്താദ് ആ മുത്തല്ലിമിനോട് പറഞ്ഞു, മോനെ, ഇതെനിക്ക് വേണ്ട, നീ എന്നോട് വെറുപ്പ് കരുതരുത്. കാരണം ഈ ടോർച്ച് ഞാൻ എന്റെ റൂമിൽ വെച്ച് ജാമിയ നൂരിയ അറബി കോളേജിന്റെ കറണ്ട് കൊണ്ട് ഈ പ്ലഗിൽ കുത്തി ഇത് ചാർജ് ചെയ്താൽ ഞാൻ റബ്ബിനോട് നാളെ അള്ളാന്റെ കോടതിയിൽ മറുപടി പറയണ്ടേ? ബാറ്ററി എന്റെ പണം കൊണ്ട് എനിക്ക് കടയിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങാം, അത് ഹലാലാണ്, അനുവദിക്കപ്പെട്ടതാണ്. ജാമിയ നൂരിയയുടെ കമ്മിറ്റിയോ ഇത് പൊതുമുതലാണ്, ഇത് എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് ചാർജ് ചെയ്യാൻ വേണ്ടി എനിക്ക് അനുവാദമില്ല, അത് ഹലാലാവൂല. അതുകൊണ്ട് മോനെ, എനിക്ക് വേണ്ട, നീ തിരിച്ചു കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അത്ര വലിയ സൂക്ഷ്മത. ആ സൂക്ഷ്മതയുള്ള ആലിമീങ്ങളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടപ്പോ പ്രിയപ്പെട്ട നൗഷാദ് മാഖവി, ശംസുൽ ഉലമയെ, കണ്ണിയത്ത് ഉസ്താദിനെ, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിനെ, ചെറുശ്ശേരി ഉസ്താദിനെ, കുമരംപുത്തൂർ ഉസ്താദിനെ, അവസാനം ബഹുമാനപ്പെട്ട മഹാനായ ശൈഖുന കോട്ടുമല ഉസ്താദിനെ, അവരെയൊക്കെ പറഞ്ഞ് അവരുടെ ജീവിതവും അവരുടെ യാത്രയും അവരുടെ മരണവും അതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അവരെ പോലെ എനിക്കും ജീവിക്കണം, അവരെ പോലെ എനിക്കും മരിക്കണം. ഞാൻ മരിച്ചാൽ ധാരാളം ആളുകൾ മയ്യത്ത് നിസ്കരിക്കാൻ നിഷ്കളങ്കരായ ആളുകൾ, സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾ, അവരൊക്കെ കോട്ടുമല ഉസ്താദ് വഫാത്തായപ്പോ 44 തവണയാണ്, ഓരോ തവണയും ആയിരങ്ങൾ, പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ജനാദ നിസ്കാരം നടന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കും അവരൊക്കെ മരിച്ചതുപോലെ മരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അവർക്കൊക്കെ കിട്ടിയതുപോലെയുള്ള യാത്രയപ്പ് കിട്ടണം എന്നുള്ള മോഹം കൊണ്ട് ഞാൻ സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിക്കുക. സ്റ്റേജിലുള്ള ഉസ്താദുമാരോട് പറഞ്ഞു, നിങ്ങളൊക്കെ അതിനുവേണ്ടി ദുആ ചെയ്യണം എന്ന്. ഞാനൊരു കാര്യം തുറന്നു പറയാണ്. ഒരു കാലഘട്ടത്തിൽ നൗഷാദ് മാഖവി മലബാറിലേക്ക് പ്രസംഗം തുടങ്ങി വന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്, ഒരു തരം വെറുപ്പ് കൊണ്ട്, ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല, അന്നത്തെ സംഘടനാപരമായ ഈ പരസ്പര ചേരിതിരിവുകളും സംഘടനാപരമായ പക്ഷപാതിത്വങ്ങളും ഓരോ തലങ്ങളിലും ഉണ്ടാകുന്ന ഏറ്റുമുട്ടലുകളും ഇതൊക്കെ കണ്ട് മനം മടുത്ത ഒരു സാഹചര്യത്തിൽ, പൊതുജനങ്ങൾക്കുള്ള മടുപ്പുണ്ടല്ലോ, ഒരു ഭാഗത്ത് മുജാഹിദ് ജമാഅത്ത്, അപ്പുറത്ത് മൗദൂദി, ഇപ്പുറത്ത് AP, ഇപ്പുറത്ത് സമസ്തക്കാര്, അപ്പുറത്ത് സംസ്ഥാന ദക്ഷിണ, അത് ഇത് എന്ന് പറഞ്ഞ് ഇതിനൊരു മനം മടുത്തൊരു മരവിപ്പുള്ള ഒരു മനസ്സ് പൊതു മുസ്ലിങ്ങൾക്ക്. ആ മനസ്സ് മനസ്സിലാക്കിയ അതേ മനസ്സും അതേ ആശയവും ഉണ്ടായിരുന്ന നൗഷാദ് ബാഖി അന്ന് അങ്ങനെയാ പ്രസംഗിച്ചിരുന്ന, സംഘടനകൾ അതുകൊണ്ട് ആപത്തുകളാണ് ഉണ്ടാവുക എന്ന്. പക്ഷേ അതേപോലെയുള്ള സംഘടനയല്ല സമസ്ത എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായപ്പോ, അതേപോലെയുള്ള ദായികൾക്ക്, പ്രഭാഷകർക്ക് തിരിച്ചറിവുണ്ടായപ്പോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർ വളരെ ശക്തമായി മുന്നോട്ട് വരികയാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സമസ്ത ഹക്കായ വഴിയാണ് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ കൂടുതൽ നീട്ടാൻ എനിക്ക് സമയമില്ല. പ്രിയപ്പെട്ട രാമന്തളിയുടെ പ്രൗഢമായ ചില വിഷയങ്ങൾ നമ്മുടെ ഈ സദസ്സിൽ പങ്കുവെക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് സമയം അനുവദിച്ചു കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം, നമ്മുടെ ലക്ഷ്യം എന്നത് പരലോകത്ത് രക്ഷപ്പെടലാണ്. ഇവിടെ ഒരു വിഭാഗം ആളുകൾ അവരുടെ മുദ്രാവാക്യം തന്നെ തൗഹീദിന്റെ ആളുകൾ ഞങ്ങളാണ് എന്നാണ്. തൗഹീദിന്റെ ആളുകൾ ഞങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആശയമായി സ്വീകരിച്ചവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുദ്രാവാക്യമായി സ്വീകരിച്ചവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ, സകല ബിദ്അത്തിനും ശിർക്കിനുമെതിരെ പോരാടുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദിന്റെ അപ്പോസ്തലന്മാരായി ചമയുന്ന വഹാബികളുണ്ടല്ലോ, സലഫികൾ എന്നറിയപ്പെടുന്നവർ, അവർ ചില കുറച്ച് ആയത്തുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ലാ തദഉ മഅല്ലാഹി അഹദ, ഏത് ഉറക്കത്തിൽ ഞെട്ടിയാലും അവർക്ക് ഓതാൻ അറിയുന്ന ഒരു ആയത്താണ്. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം, ഇതൊരു മുദ്രാവാക്യമാണ്. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. എന്നിട്ട് ഈ തൗഹീദിനെ, യഥാർത്ഥമായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയത്തെ ഒരല്പമായി ചുരുക്കി
എന്ന് പറഞ്ഞ മൗലൂദിനെതിരെ പറയാ, മാലകൾക്കെതിരെ വയല് പറയാ, കുത്തുബിയത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുക, മഖബറകള്, ഔലിയാക്കള്, മഹാന്മാര്, നമ്മുടെ തൊട്ടടുത്തല്ലേ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പറത്ത് തങ്ങൾ പാപ്പ കിടക്കുന്നത്. ഈ മഹാന്മാരായ ഔലിയാക്കള്, ഇത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ പരിശുദ്ധമായ ആണ്ടിന്റെ ദിവസം വരികയ, ആണ്ടിന്റെ മാസമാണ്. കഴിഞ്ഞ മാസം ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലമിന്റെ ജീലാനി ദിനം ആണ്ടിന്റെ മാസം കഴിഞ്ഞു. അതിനു മുമ്പ് മുത്തുനബിയുടെ റബീഉൽ അവ്വൽ കഴിഞ്ഞു. നമ്മൾ ഇങ്ങനെയുള്ള പുണ്യമായ ആണ്ടുകളും അനുസ്മരണങ്ങളും മഹാന്മാരും അമ്പിയാക്കളും ഔലിയാക്കളും സിയാറത്തും മഖബറകളും ആണ്ടും ഉറൂസും മൗലിദും മജ്ലിസുൻ നൂറും ദിക്റിന്റെ സദസ്സും സ്വലാത്തിന്റെ മജ്ലിസും ഒക്കെ നടത്തുന്ന ആളുകൾ ഇതിനെയൊക്കെ തകർക്കലാണ് യഥാർത്ഥ തൗഹീദ് എന്ന് തെറ്റിദ്ധരിച്ചു പോയി. അല്ലെങ്കിൽ മനഃപൂർവ്വം അങ്ങനെ മനസ്സിലാക്കി. എന്നിട്ട് ഈ ഔലിയാക്കളെ ചീത്ത പറയാ, മഹാന്മാരെ ചീത്ത പറയാ, സമസ്തന്റെ ആലിമീങ്ങളെ ചീത്ത പറയാ. കേരളത്തിലെ സുന്നികൾ മക്കയിലെ മുശ്രിക്കുകളെക്കാൾ അപകടകാരികളായ മുശ്രിക്കുകളാണെന്ന് പറയാ. ഇതല്ലേ ഇവര് ചെയ്ത തൗഹീദ് പ്രവർത്തനം? എന്റെ ശബ്ദം കേൾക്കുന്ന അങ്ങനെയുള്ള ആശയക്കാരുണ്ടെങ്കിൽ ഒന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കണം. ഒരു കാര്യം ഒരു മുൻധാരണയോടുകൂടെ കേൾക്കുമ്പോഴാണ് അപകടം. പറയുന്ന കാര്യങ്ങൾ ഇയാൾ എന്താണ് ഈ പറയുന്നത് എന്ന് കേവലം ഇതൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോ ഇത് കഴിഞ്ഞ് മറുപടി വെക്കാൻ വേണ്ടി എന്നൊരു മനസ്സോടുകൂടെ മാത്രം റെക്കോർഡ് ചെയ്യണ്ട. റെക്കോർഡ് ചെയ്തോ പിന്നെ ഒന്നുകൂടെ കേൾക്കാൻ നല്ലതാ, മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ഏത് സംവിധാനത്തിലാണെങ്കിലും. പക്ഷേ അതിനു മുമ്പ് ഇത് നിന്റെ കൽബിലേക്കൊന്ന് റെക്കോർഡ് ചെയ്യേ. എന്താണ് നീ പറയുന്നത്? എന്താണ് നീ പ്രചരിപ്പിച്ചത്? കേരളത്തിലെ സുന്നികൾ എന്ന് പറഞ്ഞ കേവലം സമസ്തക്കാര് മാത്രമല്ലല്ലോ. ബഹുമാനപ്പെട്ട മാലിക്കുൽ ദീനാറും സംഘവും, അതിനു മുമ്പ് വന്ന സഹാബിമാരും അതിനു ശേഷം വന്ന സഹാബിമാരും, അങ്ങനെ പഴയ കാലത്തെ എത്രയെത്ര മഹാന്മാരായ ആളുകൾ, വലിയ വലിയ ഔലിയാക്കൾ, ആലിമീങ്ങൾ, ഇമാമീങ്ങൾ, അവരൊക്കെ കേരളത്തിൽ കഴിഞ്ഞു പോയില്ലേ? ഇനി സമസ്തയെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചാൽ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ആ കാലഘട്ടത്തിലെ സൂഫിയാക്കൾ, ഔലിയാക്കൾ, ആരിഫ്യങ്ങൾ, മഹാന്മാർ, ബഹുമാനപ്പെട്ട നമ്മളൊക്കെ ഈ സമസ്തയെ പ്രസ്ഥാനത്തെ പരിചയപ്പെട്ടു വരുമ്പോ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ, ശൈഖുന കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ ഉപ്പാപ്പ, PMS പൂക്കോയ തങ്ങൾ ഉപ്പാപ്പ, അങ്ങനെയുള്ള നിഷ്കളങ്കരായ മഹാന്മാരായ ആ ആലിമ്യങ്ങൾ, അവരൊക്കെയുള്ള കാലഘട്ടത്തിലല്ലേ ഇവരുടെ നേതാക്കള് കേരളത്തിലെ സുന്നികൾ മക്കയിലെ മുശ്രിക്കുകളെക്കാൾ അപകടകാരികളായ മുശ്രിക്കുകളാന്ന് പറഞ്ഞത്? എന്തേ കാരണം? നമ്മൾ മൗലിദോദി, മങ്കൂസ് മൗലിദോദി, ഇർത്തഖബത്ത് പാടി. ഇപ്പോഴും അതല്ലേ? ഇപ്പോഴും ആകെ പറയാനുള്ളത് എന്താ? ഇർത്തഖബത്ത് അർത്ഥം വെച്ചു കൊടുക്കുക. എന്നിട്ട് മങ്കൂസ് മൗലിദ് ഏറ്റവും വലിയ ശിർക്കാണ്. എന്തേ കാരണം? ഇത് ചെറുപ്പക്കാർ കേട്ടാ തെറ്റിദ്ധരിച്ചു പോകും. ഇവര് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? ഇർത്തഖബത്തു അലൽ ഖതാ ഗൈറ ഹസനിൻ വഅദദ്, കയ്യും കണക്കുമില്ലാതെ തെറ്റ് ചെയ്തു പോയി നബിയേ, യാ സയ്യിദി ഖൈറൻ നബി. തെറ്റ് ചെയ്ത് നബിയോട് പറയാ, നബിയോട് പൊറുക്കാൻ പറയാ. അള്ളാഹുവിന് മാത്രമല്ലേ പൊറുക്കാനുള്ള അധികാരമുള്ളൂ? അള്ളാഹുവിനോട് പറയേണ്ട ഒരു കാര്യം അത് നബിയോട് പറഞ്ഞാലും ശിർക്കാവൂലേ? എന്തിനാണ് ഇങ്ങനെ പച്ചയായി തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇതെങ്ങനെ പാടും? നല്ല ശൈലിയിലൊക്കെ പാടും. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദദ് ലക അഷ്കൂ ഫിയ സയ്യിദി ഖൈറൻ നബി. അതിന്റെ അർത്ഥം വെച്ചോളൂ. ഇത് കേൾക്കുമ്പോ ചെറുപ്പക്കാർ തെറ്റിദ്ധരിക്കും. സത്യത്തിൽ എന്താണ് അവിടെ? മുത്തുനബിയെ അങ്ങ് പാപം പുറത്തു തരണം എന്ന് പറയുന്നില്ല. പിന്നെയോ കയ്യും കണക്കുമില്ലാതെ തെറ്റ് ചെയ്തു, ആ ഒരു ആവലാതി പറയാണ്. എന്തിനാണ് ആവലാതി പറയുന്നത്? അത് ശേഷം പറയുന്നുണ്ട്. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദദ് ലക അഷ്കൂ ഫിയ സയ്യിദി ഖൈറൻ നബി. കയ്യും കണക്കില്ലാതെ ഞാൻ തെറ്റുകൾ അനവധി ചെയ്തു പോയി, അങ്ങയോടാണ് അവലാതി. പറയുവാ ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അതിനു മുമ്പ് കുറെ വരികൾ പാടിയിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്.
ഞങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചത്, ഞങ്ങളോട് അങ്ങേയറ്റം വാത്സല്യം കാണിച്ചത് അങ്ങാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്നേഹവും വാത്സല്യവും കാരുണ്യവും നൽകുക മാതാപിതാക്കളാ. ആ മാതാപിതാക്കളെക്കാൾ അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയോ അങ്ങുപ്പയോ ഞങ്ങൾ കണ്ടില്ലവരിലും നന്മ അങ്ങേക്കുള്ള പോൽ. സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. സ്വന്തം ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ നമ്മെ സ്നേഹിച്ചത് അള്ളാഹുവിന്റെ റസൂല് ജീവിത കാലഘട്ടത്തിൽ മുത്തനബി മിഅ്റാജിന്റെ രാത്രിയില് രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ ചെന്നപ്പോ അള്ളാഹുവിന്റെ മുന്നിൽ നേർക്ക് നേരെ പടച്ച റബ്ബിനെ കണ്ട് അപ്പൊ അള്ളാഹു ചോദിച്ചു, മുത്തനബിയെ അങ്ങേക്ക് എന്താണ് വേണ്ടത്? അള്ളാഹുവിന്റെ റസൂല് സ്വന്തം വ്യക്തിപരമായ കുടുംബപരമായ കാര്യങ്ങളല്ല അവിടെയും ചോദിച്ചത്. അള്ളാഹുവിന്റെ ദർബാറിലെത്തിയപ്പോ അവിടെയും പടച്ച റബ്ബിനോട് മുത്തനബി ചോദിച്ചത് ഈ ഉമ്മത്തിന് വേണ്ടി, നമുക്ക് വേണ്ടിയാ. നമ്മുടെ രണ്ട് ലോകവും വിജയിക്കാനാ, പരലോകം രക്ഷപ്പെടാനാണ്. അള്ളാഹുവിന്റെ റസൂല് ദുആക്ക് ഉത്തരം കിട്ടിയ സന്ദർഭങ്ങളിലൊക്കെ പടച്ച റബ്ബ് ചോദിച്ചു, നബിയെ എന്ത് വേണം? അപ്പോഴൊക്കെ ഈ ഉമ്മത്തിന് വേണ്ടിയാ മുത്തുനബി ചോദിച്ചത്. വഫാത്തിന്റെ സമയത്ത് പോലും ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടന്ന് മദീന മുനവ്വറയിൽ ഈ ലോകത്തോട് യാത്ര പറയുമ്പോ ഉമ്മത്തി ഉമ്മത്തി, അപ്പോഴും ഈ ഉമ്മത്തിനോടുള്ള മഹബ്ബത്ത്. ഇനി നാളെ പരലോകത്ത് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നിഹി. ആരും ആരുടെ വിളിയും കേൾക്കാതെ, ഉമ്മ വേണ്ട, ഉപ്പ വേണ്ട, മക്കള് വേണ്ട, ആരും ആരെയുടെയും വിളിക്കുത്തരം നൽകാതെ സ്വന്തം കാര്യത്തിന് ഓടുമ്പോ, നെട്ടോട്ടം ഓടുമ്പോ ഉറ്റവര് ഉടയവര് സഹായിക്കാത്ത മഹ്ശറയില് നമ്മെ സഹായിക്കാൻ വരുന്നതാരാണ്? നമ്മുടെ കൈപിടിക്കാൻ വരുന്നതാരാ? മുത്തുനബിയല്ലേ. ശഫാഅത്തുൽ ഉലമാ, പാപികൾക്കുള്ള ശഫാഅത്ത്. അന്ത മുൻജീനാ ഗദൻ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിത്ലുക യാ സയ്യിദി ഖൈറൻ നബി. മുത്തുനബിയെ നാളെ പരലോകത്തെ ശഫാഅത്ത് കൊണ്ട് അങ്ങല്ലേ ഞങ്ങളെ രക്ഷപ്പെടുത്തുക. അല്ലാഹുവിന്റെ റസൂലേ, ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക ലിൽ അതശ് യൗമ നശ്രി കിതാബിയ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങല്ലേ ഞങ്ങൾക്ക് ഹൗദുൽ കൗസർ തരിക. മുഅ്മിനേ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ പാപികളാണ് ഞങ്ങള്, അങ്ങയുടെ ശഫാഅത്ത് വേണം നബിയെ. പാപികൾക്കാണ് ശഫാഅത്ത്. ഇർത്തകബത്ത് പാടി പിന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യമല്ലേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശഫാഅത ഹബ്ലന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഅഹ്ലനാ ഇല്ലായ സയ്യിദി ഖൈറൻ നബി. ശഫാഅത്ത് പാപികൾക്കാണ്. ശഫാഅത്തി ലി അഹ്ലിൽ കബായിർ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട പാപികൾക്കാണ് ശഫാഅത്ത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശഫാഅത്ത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. വലസൗഫ യുതീക റബ്ബുക ഫതർലാ. സൂറത്തുൽ ളുഹായിൽ അല്ലാഹ് പറഞ്ഞു, നബിയെ അങ്ങേക്ക് ഏറ്റവും വലിയ സമ്മാനം നൽകും. വലസൗഫ യുതീക റബ്ബുക ഫതർലാ, അത് ശഫാഅത്തിന്റെ അധികാരമാണ്. സമഅനാ ഫിൽ ളുഹാ വലസൗഫ യുതീക فسر قلوبنا هذا العطاء وحاشا يا رسول الله ترلا وفينا من يعذب أو يصاع. മുത്തുനബിയെ ഞങ്ങൾ കേട്ടതാണ്. സൂറത്തുൽ ളുഹായിൽ അല്ലാഹ് പറയുന്നു, ഞങ്ങൾ കേട്ട് സമഅനാ ഫിൽ ളുഹാ വലസൗഫ യുതീക, അങ്ങേക്കൊരു സമ്മാനം നൽകുമെന്ന്. ആ സമ്മാനം ഞങ്ങൾക്കല്ലേ നബിയെ, പാപികൾക്കല്ലേ? ശഫാഅത്തിന്റെ അധികാരമല്ലേ എന്ന് മുത്തുനബിയോട് ശഫാഅത്ത് ചോദിച്ച സൂഫിയാക്കൾ, ഔലിയാക്കൾ, ശഫാഅത്ത് ചോദിക്കാത്ത ആരും കഴിഞ്ഞു പോയിട്ടില്ല. വലിയ വലിയ മഹാന്മാരായ ഇമാമിങ്ങൾ വരെ. എന്തിനാണ് മങ്കൂസ് മൗലിദ് ഓതുന്നത്? ആ സമയം ഖുർആൻ ഓതിക്കൂടെ? എന്തിനാ അരമണിക്കൂർ മങ്കൂസ് മൗലിദിന് ചെലവാക്കുന്നത്? എന്തിനാണ് അരമണിക്കൂർ മജ്ലിസ് നൂറിന് ചെലവാക്കുന്നത്? ഖുർആൻ ഓതിക്കൂടെ? മോനെ, ഖുർആൻ ഓതിയവർ 70,000 തവണ ഖുർആൻ ഖത്തം ഓതിയ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റഹിമഹുല്ലാഹ് 70,000 വട്ടം. ആരാ ഖുർആനിന്റെ ആള്? ആരാണ് തൗഹീദിന്റെ ആളുകൾ?
ഖുർആൻ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞ് 350 രൂപയുടെ ഖുർആൻ പരിഭാഷ വാങ്ങി കച്ചത്ത് വെച്ച് നടന്നാൽ പോരാ. ആരാ ഖുർആനിന്റെ ആളുകൾ? ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൻ നഅ്മാൻ. ഇത് 4000 കൊല്ലം 1000 കൊല്ലം ആയുസ് കിട്ടിയ ഉമ്മത്തിമാരിലെ ഒരാളുടെ ചരിത്രം പറയുകയല്ല, ഈ മുത്തുനബിയുടെ ഈ ഉമ്മത്തിൽ ജീവിച്ചു പോയ ഒരു മഹാൻ, നമ്മുടെയൊക്കെ ആയുസ് പോലെ ആയുസ് ലഭിച്ച ഒരാൾ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ 70,000 തവണ വഫാത്തിന് മുമ്പ് ഖുർആൻ ഖത്തമോദി. ആ മഹാനവറുകൾ മുത്തുനബിയുടെ മദ്ഹിന്റെ മനോഹരമായ ഒരു സങ്കീർത്തനം, ഒരു ഖസീദത്തുൻ നുഅ്മാനിയ ഇമാം അബൂ ഹനീഫത്തുൻ നഅ്മാൻ റഹിമഹുല്ലാ കോർത്തിണക്കിയതാണ്. ഇമാം ബൂസൂരി തങ്ങളുടെ ബുർദ പോലെ മഹാന്മാരൊക്കെ മുത്തുനബിയുടെ മധുകൾ പാടിയതുപോലെ ഇമാം അബൂ ഹനീഫ തങ്ങളും പാടി. മനോഹരമായ ഖസീദയുടെ അവസാന ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ചോദിച്ച് മുത്തുനബിയെ വിളിച്ചുകൊണ്ട് ശഫാഅത്ത് ചോദിച്ച് മഹാനവറുകൾ പറയുന്ന ഒരു വരിയ, അനതാമിഉൻ ലിജൂദിക വലം യകുൻ ലിഅബീ ഹനീഫത ഫിൽ അനാമി സിവാക. മുത്തുനബിയെ, നാളെ പരലോകത്ത് അങ്ങല്ലാതെ ഈ അബൂ ഹനീഫക്കാരുമില്ല നബിയെ. ഞാൻ 70,000 തവണ ഖത്തമോദി എന്ന ധൈര്യം പറയുന്നില്ല. എത്രയോ ദിവസങ്ങൾ ഇശാ നിസ്കരിച്ചാതെ വുളു കൊണ്ട് സുബഹി നിസ്കരിച്ചു, എത്ര ലക്ഷക്കണക്കിന് നിസ്കരിച്ചു, ദിക്ർ ചൊല്ലി, 10 ലക്ഷത്തിലധികം ഹദീസുകൾ മനഃപ്പാഠമാക്കി. എന്റെ വശം ഒരുപാടുണ്ട്. അതൊന്നുമല്ല പരലോകത്ത് രക്ഷപ്പെടാൻ മുത്തുനബിയെ അങ്ങ് വേണോ, അങ്ങയുടെ ഔദാര്യം വേണോ, അങ്ങയുടെ ശഫാഅത്ത് വേണമെന്ന് പറഞ്ഞ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ. ഏത് ഇമാമിങ്ങളാ ശഫാഅത്ത് ചോദിക്കാത്തത്? ഏത് ഇമാമിങ്ങളാ മുത്തുനബിയുടെ മദ്ഹ് പാടാത്തത്? മദ്ഹബിന്റെ ഇമാമിങ്ങൾ, അഖീദയുടെ ഇമാമിങ്ങൾ, ഓരോ മഹാന്മാർ അവര് പഠിപ്പിച്ച വഴിയാ. ഇതൊന്നും മനസ്സിലാക്കാതെ ഇത് വെറുതെ പച്ച പൊള്ള് അർത്ഥം പറഞ്ഞ് മങ്കൂസ് മൗലിദ് ശിർക്ക്. മോനെ, ഇതൊന്ന് ആത്മാർത്ഥമായി പഠിക്കുക. ആരാ മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയത്? ഈ മങ്കൂസ് മൗലിദ് ഓതിയിട്ടാണ് അവസാനത്തെ ഹജ്ജിന് പോയത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുപ്പാപ്പ. കൊയിലാണ്ടിയിലെ വീട്ടിൽ നിന്ന് പോകുമ്പോ യാത്രക്കാർ ഒരുമിച്ച് കൂടിയ സമസ്തയുടെ നേതാക്കളുണ്ട്, തങ്ങന്മാരുണ്ട്, അയൽക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, അനുയായികൾ, കുടുംബക്കാര്. അവരോട് തങ്ങളുപ്പാപ്പ പറഞ്ഞു, നമുക്ക് മങ്കൂസ് മൗലിദ് ഒന്ന് ഓതണം. മങ്കൂസ് മൗലിദ് ബാഫഖി തങ്ങൾക്ക് മനഃപ്പാഠമായിരുന്നു. മങ്കൂസ് മൗലിദ് ഓതി ഈ ഇർത്തഖബത്ത് പാടി ദുആ ചെയ്ത സദസ്സിൽ നിന്നാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോയത്. അവിടെ നിന്ന് മുംബൈയിലേക്ക് വണ്ടി കയറിയത്. ആ യാത്ര പോലും അത്ഭുതമായിരുന്നു, തങ്ങളുടെ കറാമത്തായിരുന്നു. കാരണം കേരളത്തിന്റെ കോട്ടയിൽ നിന്ന് കിട്ടിയില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ കോട്ട ലഭിച്ച് തങ്ങളുടെ കറാമത്തായിരുന്നു അത്. അവസാനം ഹജ്ജിന് പോകാനുള്ള ആഗ്രഹം. അവിടെ പോയി വഫാത്തായില്ലേ ഹജ്ജ് കഴിഞ്ഞ്. പുണ്യമായ മസ്ജിദുൽ ഹറാമിൽ വെച്ച് വുളൂഓടുകൂടെ കഅബാലയത്തെ അവസാനം പുഞ്ചിരിയോടെ നോക്കിക്കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി വുളൂഓടുകൂടെ ആ പുണ്യസ്ഥലത്ത് വെച്ച് വഫാത്തായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പാപ്പ കിടക്കുന്നത് ജന്നത്തുൽ മുഅല്ല എന്ന ഖബർസ്ഥാനിൽ മങ്കൂസ് മൗലിദ് ഓതിയ മോനെ അവസാനത്തെ ഹജ്ജിന് പോയത്. ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആള്? എന്താ തൗഹീദ്? എന്തേ? ഒന്നുമില്ല. എന്തേ? പാമ്പോ? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഒരു ശല്യമൊന്നും ചെയ്യണ്ട. ഓക്കെ. മുഅ്മിനീങ്ങളെ നോക്ക്. അപ്പോ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മൾ മജ്‌ലിസുൻ നൂർ ചൊല്ലുന്നു. ഇപ്പൊ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, ഞാനത് ഇങ്ങനെ പറയാൻ കാരണം തെറ്റിദ്ധരിച്ചു പോയ ചില ആളുകളൊക്കെ തിരുത്താനാ, മനസ്സിലാക്കാനാണ്. ഖുത്ബിയത്ത് മുഹിയുദ്ദീൻ ശൈഖേ അല്ലേ, മമ്പർത്തെ തങ്ങളെ എന്താ അവരൊക്കെ അള്ളാനെ വിട്ട് മുഹിയുദ്ദീൻ ശൈഖിന്റെ മമ്പർത്തെ തങ്ങളെ പാപ്പാടിയും അള്ളാനെ വിട്ട് ബദരീങ്ങളെ, അതിനല്ലേ മജ്‌ലിസുൻ നൂർ. ഇതൊക്കെ പറഞ്ഞ ആക്ഷേപിക്കും. ഇതിന്റെ ഒരു കാര്യം, ഇതിന്റെ ഒരു ആത്മീയമായ വശം ചിന്തിക്കണ്ടേ? വെറുതെ എന്തെങ്കിലും കേട്ട് അതെങ്ങനെ പറഞ്ഞ് പാടി നടക്കണ്ട. ഇവിടെയും വന്ന് കുറെ പാട്ടൊക്കെ പാടി, കുറെ മാലയും മൗലിദൊക്കെ പാടി എന്ന് കേട്ടു. എന്തിനാണ് ഈ ജനങ്ങളെ വഞ്ചിക്കുന്നത്? ഖുത്ബിയത്ത് ചൊല്ലുമ്പോ, മജ്‌ലിസുൻ നൂർ ചൊല്ലുമ്പോ നമ്മൾ ഇടക്കിടക്ക് പറയുന്നത്, നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, റബ്ബേ, അല്ലാഹുവിനോടാണ് പടച്ച റബ്ബിനെ ഏറ്റവും കൂടുതൽ മുറുകെ പിടിക്കുന്നവരാ സുന്നികൾ. ഇലാഹി അന്ത മഖ്സൂദി, അല്ലാഹുവേ നീയാണ് ഞങ്ങളുടെ ലക്ഷ്യം. വരിദാക മത്ലൂബി,
നിന്റെ പൊരുത്തമാണ് ഞങ്ങൾ തേടുന്നത്. നമ്മൾ ഓരോ ജവാബ് ചൊല്ലുമ്പോ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു മദി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. അല്ലാഹു അല്ലാതെ എന്റെ ഖൽബിൽ ഒരാളുമില്ല. തൗഹീദ് ഖൽബിലേക്ക് ഇറക്കുകയാണ്. അല്ലാഹു വലി അല്ലാഹു വലി നിഅമൽ വലി. ഓരോ ജവാബ് അല്ലാഹ് അല്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതല്ലേ തൗഹീദ്. ഈ മാലയും മൗലിദും ഇതൊക്കെ പാടുമ്പോൾ തൗഹീദിലേക്ക്, പടച്ച റബ്ബിലേക്ക് മഹാന്മാരിലൂടെ അടുക്കുകയാണ്. അല്ലാഹുവിലേക്ക് മഹാന്മാരിലൂടെ അല്ലാതെ ഒറ്റ വഴിയില്ല. മഹാന്മാരിലൂടെ അല്ലാതെ ഒരു വണ്ടിയും പോകാത്ത നിനക്കൊറ്റക്കായ ഒരു വഴി പടച്ച റബ്ബിലേക്കില്ല. മഹാന്മാരുടെ വണ്ടികളൊക്കെ പോയ വഴിയേ ഉള്ളൂ. മഹാന്മാർ പോയ വഴിക്ക് പടച്ച റബ്ബിലേക്ക് എത്താൻ കഴിയൂ. ബദരീകളുടെ വഴിക്കല്ലാതെ അല്ലാഹുവിന്റെ ഒരു വഴിയില്ല. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. അവരെന്നെ ബദരീങ്ങള്. ആ മുഹാജിറുകൾ അൻസാറുകൾ 83, മുഹാജിറുകൾ 230 അൻസാറുകൾ. അവരെ ഇത്തിബാ ചെയ്യുന്ന വഴി, അതാണ് റബ്ബിന്റെ പൊരുത്തം കിട്ടുന്ന വഴി. ഖുർആനിൽ പിന്നെയും റബ്ബ് പറഞ്ഞു സൂറത്തുൽ ഹശ്റിലെ 8ാമത്തെ ആയത്തിൽ ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം. ആരാണ് മുഹാജിറുകൾ? ഉലൈക ഹുമുസ് സാദിഖൂൻ. അവരാണ് സത്യവാന്മാർ. നമ്മുടെ ഉസ്താദുമാരൊക്കെ സമസ്തനെ പരിചയപ്പെടുത്തുമ്പോൾ എപ്പോഴും ഓതാറുള്ള ആയത്ത കൂനൂ മഅ സാദിഖീൻ, സത്യവാന്മാരുടെ കൂടെയാവണം. ഖുർആൻ പറഞ്ഞതാ. ആരാ സത്യവാന്മാർ? ആ സത്യവാന്മാരുടെ നായകന്മാരാണ് മുഹാജിറുകൾ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അവരെന്നെ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും. ആ മഹാന്മാർ അവരെന്നെ ബദരീങ്ങൾ. അടുത്ത ആയത്ത് ആരാണ് അൻസാറുകൾ എന്ന് പരിചയപ്പെടുത്തി. വല്ലദീന തബവഉ ദാറ വൽ ഈമാൻ, സൂറത്തുൽ ഹശ്റിലെ 9ാമത്തെ ആയത്ത് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പിന്നെ പറഞ്ഞു വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂൻ റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഈ 3 ആയത്തുകളെ വ്യാഖ്യാനിച്ച ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാ പറഞ്ഞു, മുഹാജിറുകളെ, അൻസാറുകളെ അവരെ ദിക്ർ ചെയ്യണം. അത് മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ്. അവരെ ദിക്ർ ചെയ്തുകൊണ്ട് ദുആ ചെയ്യണം. അവരെ സ്മരിച്ചുകൊണ്ട് ദുആ ചെയ്യണം. ഇവരെന്നെ ബദരീങ്ങള്. ദിക്ർ ചെയ്യ, സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം പേര് പറയല. അസ്മാഉൽ ബദർ ചൊല്ലലും ബദരിയത്ത് ചൊല്ലലും അതേപോലെ നമ്മുടെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ശക്തമായ ഖുർആന്റെ നസ്സായ കാഴ്ചപ്പാടാണ്. ഇതൊക്കെ വെറുതെ നമ്മുടെ മഹാന്മാരായ മുൻകാബൽ ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് അതൊക്കെ ഓതിയവരും പാടിയവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നു. എന്തിനാ കൂടുതൽ വിശദീകരിക്കുന്നത്? ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് എങ്ങനെയാ വഫാത്തായത്? എന്നാണ് വഫാത്തായത്? ശംസുൽ ഉലമ എങ്ങനെയാ എന്നാ വഫാത്ത്? നമുക്കറിയാലോ ചരിത്രങ്ങൾ. റബീഉൽ ആഖിറിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലാണ് ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായത്. റബീഉൽ ആഖിറിലെ ആദ്യത്തെ തിങ്കളാഴ്ച സുബൈ ബാങ്കിന് അവസാന കലിമ ഉറക്കെ വുളൂഹോടുകൂടെ അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ശംസുൽ ഉലമ വഫാത്തായത്. ഓരോ മഹാന്മാര് പഴയ കാലത്തേത് നമ്മൾ ചിന്തിക്കണ്ട. ഈ മഹാന്മാര് മുതൽ ഓരോരുത്തരെ പരിശോധിച്ചോ. ബഹുമാനപ്പെട്ട മഹാനായ കാളമ്പാടി ഉസ്താദ്, പാറന്നൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ട കെ.ടി. മാന മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ശൈഖുന കെ.വി. ഉസ്താദ്, അങ്ങനെ ഒരുപാട് മഹത്തുക്കൾ, സാദാത്തുക്കൾ, നേതാക്കൾ, പാണക്കാട്ട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഏറ്റവും അവസാനം ഇതാ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയുടെ ആണ്ടിന്റെ ദിവസമാണല്ലോ, ആണ്ടിന്റെ ദിവസങ്ങളാണല്ലോ. ആ ദിവസങ്ങൾ അനുസ്മരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ കൊല്ലം ഇതേ ജമാദുല്ലൂല 2ാം വ്യാഴാഴ്ച. എന്താ ജമാദുല്ലൂല 2ാം വ്യാഴാഴ്ചയുടെ പ്രത്യേകത? ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങൾ അന്നാണ് വഫാത്തായത്. ജമാദുല്ലൂല 2ാം വ്യാഴാഴ്ച പകൽ സമയത്താണ് ഷെയ്ഖ് റിഫായി തങ്ങൾ വഫാത്തായത്. കഴിഞ്ഞ ജമാദുല്ലൂല 2ാം വ്യാഴാഴ്ച രാവിലെ പകൽ സമയത്താണ് സൈനുൽ ഉലമ വഫാത്തായത്. കാരണം സൈനുൽ ഉലമ റിഫായി ത്വരീഖത്തിന്റെ ഒരുപാട് അമലുകൾ കൊണ്ടു നടന്നിരുന്നു. ഒരുപാട് അമലുകൾ ചെറുപ്പം മുതലേ ഖുത്ബി തങ്ങളിൽ നിന്ന് ഇജാസത്ത് വാങ്ങി പരിശുദ്ധമായ ഹദ്ദാദ്, ദലായിലുൽ ഖൈറാത്ത് മുത്തഅല്ലിമായിരുന്ന കാലഘട്ടത്തിലെ പതിവാക്കിയിരുന്നു.
അതുകൊണ്ട് തന്നെ വഫാത്തിന്റെ നേരം മക്കൾ കൊടുത്ത സംസം വെള്ളം കുടിച്ചു. അവസാനം ഉച്ചരിച്ച വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പുഞ്ചിരിച്ചല്ലേ സൈനുൽ ഉലമ കടന്നിരുന്നത്. ഈ സദസ്സിലെ ഭൂരിപക്ഷം ആളുകളും സൈനുൽ ഉലമയുടെ ജനാസ കണ്ടവരല്ലേ? പുഞ്ചിരിച്ചു കടന്നിരുന്ന പുണ്യമായ ജനാസ ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ് കഴിഞ്ഞ മിഅ്റാജിന്റെ രാവിലെ വഫാത്തായത്. ഇശാ കഴിഞ്ഞപ്പോ മക്കളെ ഒക്കെ ആലിമീങ്ങളാ, പേരക്കുട്ടികൾ ആലിമീങ്ങളാ, അവരൊക്കെ റൂമിലേക്ക് വിളിപ്പിച്ച് സ്ത്രീകളോട് അപ്പുറത്തെ റൂമിലേക്ക് പോകാൻ പറഞ്ഞു. നമുക്ക് നമ്മുടെ ദിക്റിന്റെ ഹൽക്ക നടത്തണമെന്ന് പറഞ്ഞു. ശൈഖുനാ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ വലിയുള്ളാഹി ഇജാസത്ത് കൊടുത്ത മഹാന്മാരുടെ ഹമറാത്തിലേക്ക് ഫാത്തിഹ ഓതി ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ നിശ്ചിത എണ്ണം മുഴുവനായി ചൊല്ലി 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ദിക്റിന്റെ ഹൽക്ക നടത്തി. ശൈഖുന വെള്ളം ചോദിച്ചു, വെള്ളം കുടിച്ചു. പിന്നെ ശ്വാസം ദീർഘിച്ചു പോവുകയാ, കണ്ണു മറിയുകയാ. മരണത്തിന്റെ അടയാളങ്ങൾ കണ്ടപ്പോ യാസീൻ ഓതി. സൂറത്ത് യാസീനിൽ സ്വർഗ്ഗക്കാരെ കുറിച്ചുള്ള ആയത്തുകൾ ഇന്നാ സഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം ആയത്തെത്തിയപ്പോൾ ശൈഖുന ഒന്നുകൂടെ ശ്വാസം വലിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊടുത്തു. ജ്യേഷ്ഠന്റെ മകൻ ബഷീർ ഫൈലി അത് ഏറ്റു 3 തവണ ഉറക്കെ കലിമ ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. കഴിഞ്ഞ മിഅ്റാജിന്റെ രാവിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദ് ഈ കഴിഞ്ഞ റബീഉൽ അവ്വലില ശൈഖുനാ കുമരംപുത്തൂർ ഉസ്താദ് വഫാത്തായത്. റബീഉൽ അവ്വൽ വ്യാഴാഴ്ച പുലർച്ചെ നേരത്ത് 2 ദിവസം മുമ്പ് അബോധാവസ്ഥയിലായിരുന്നു. മരിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് ഓർമ്മ വന്നു. മക്കളോടൊക്കെ പുഞ്ചിരിച്ചു, കൂടെയുള്ള ശിഷ്യന്മാരോടൊക്കെ പുഞ്ചിരിച്ചു. അവരൊക്കെ കൈപിടിച്ച് മുത്തി. ആ പുഞ്ചിരി കണ്ടപ്പോ ഓർമ്മ വന്നല്ലോ. അൽഹംദുലില്ലാഹ് എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാ. ആ സമയത്ത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ശൈഖുനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി കണ്ണടച്ചു. അതായിരുന്നു സമസ്തയുടെ പ്രസിഡന്റിന്റെ വഫാത്ത്. അവസാനം കോട്ടുമല ഉസ്താദ് ജീലാനി ദിനത്തിന്റെ അന്ന് ഞങ്ങളൊക്കെ ജീലാനി ദിനത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാ വിളി വന്നത്. ഞങ്ങളുടെ നാട്ടിൽ ആണ്ടിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാ. അതേപോലെ പല സ്ഥലങ്ങളിലും അന്ന് ആ സമയത്ത് ആ ജീലാനി ദിനത്തിന്റെ അന്ന് കോഴിക്കോട് ഖാദി ജമലുല്ലൈലി തങ്ങള് ഉസ്താദിന്റെ അടുത്തുണ്ടായിരുന്ന മരണസമയത്ത് 5 തവണ സൂറത്ത് യാസീൻ മടക്കി മടക്കി ഓതി. ബഹുമാനപ്പെട്ട തങ്ങള് കലിമ ചൊല്ലിക്കൊടുത്തു, ഉറക്കെ കലിമ ചൊല്ലിക്കൊടുത്തു. ബഹുമാനപ്പെട്ട ശൈഖുനാഥ് ഏറ്റുചൊല്ലി കണ്ണടച്ചു. എന്തുകൊണ്ട് മനുഷ്യന്മാരെ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ അഹ്ലുകാരായി മരിച്ചു പോകലാണ് ഏറ്റവും വലിയ തെളിവ്. ഈ കുത്തുബിയത്ത് നടത്താനും മൗലിദ് ഓതാനും മജ്‌ലിസ് സുന്നത്ത് നടത്താനും അതന്നെയാണ് ഏറ്റവും വലിയ, ഈ അനുഭവങ്ങൾ തന്നെ ഏറ്റവും വലിയ തെളിവ്. ഇതിനൊക്കെ എതിർത്ത ആളുകള് മരിച്ചുപോയി. നമ്മളാ തൗഹീദിന്റെ ആളുകള് ഇത് വെറുതെ പറയല്ല. കാരണം നമുക്ക് എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ഏത് പള്ളിയിലാണ് തസ്ബീഹ് മാല ഉണ്ടാവാറുള്ളത്? സുന്നി പള്ളികളിലല്ലാതെ അല്ലേ? നിങ്ങൾ നോക്കി, ആരാണ് ഇങ്ങനെ മാല മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? അത് എവിടെയും സുന്നികളല്ലാതെ. നമുക്ക് നിസ്കാരം കഴിഞ്ഞാലും 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം, എന്നിട്ട് ദ്വാരക്കണം. ചേകന്നൂർ മൗലവി ആദ്യം തെളിവ് ചോദിച്ചത് എന്താണ്? ഇത് എവിടെ തെളിവ്? കൂട്ടപ്രാർത്ഥനയ്ക്ക് എവിടെ തെളിവ്? അയാൾക്ക് ആദ്യം താടിയും തലകെട്ടൊക്കെ ഉണ്ടായിരുന്നു. സിമ്പിൾ ചോദ്യങ്ങളാ ചോദിച്ചത്. കൂട്ടപ്രാർത്ഥനയ്ക്ക് അഫ്ദൽ ദിക്റിന് എന്താ തെളിവ്? പിന്നെ അവസാനം നിസ്കാരത്തിന് തെളിവ് ചോദിച്ചു അല്ലേ? അവസാനം പിന്നെ മൂപ്പർക്ക് തന്നെ തെളിവുണ്ടായില്ല. നിസ്കാരം നിഷേധിച്ചു. മൂപ്പർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ ആരും ഉണ്ടായില്ല. മയ്യത്ത് ഒരു മനുഷ്യനായാലും ഞാൻ എന്താണെങ്കിലും മുസ്ലിം ആണെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, കബറടക്കം ചെയ്യുക, മയ്യത്ത് നിസ്കാരം അതൊക്കെ ഒരു ഭാഗ്യല്ലേ? അവര് മുസ്ലിം അല്ല എന്നത് വേറെ കാര്യം. പക്ഷെ എന്നാലും അവരുടെ ആളുകൾക്കും അങ്ങനെയൊക്കെ മരിച്ചാൽ ചില രീതികളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചേകന്നൂരിന്റെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ. അവർ ഇസ്ലാം എന്ന് പുറത്താണ്, അത് വേറെ കാര്യം. പക്ഷെ അവരുടെ വിശ്വാസം അകത്താനാണ്. അവർക്ക് മരിച്ച ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, സ്വന്തം നേതാവിനെ നടത്തി കൊടുക്കാൻ പറ്റിയോ? എന്തേ? ഇതിനൊക്കെ എതിർത്ത ആളുകളുടെ ആക്രമത്ത് അങ്ങനെയൊക്കെ ആയിപ്പോയി. ഞാൻ അയാളുടെ പേര് പറയാൻ കാരണം അയാള് ദീനം തന്നെ പുറത്തിയാടിയ ആളായതുകൊണ്ടാണ്. അല്ലാത്ത ഓരോ പല ബിദ്അത്തുകാരുടെ അവസാനം നിങ്ങൾ പഠിച്ചാൽ പരിശോധിച്ചാൽ നഊദു ബില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ഇത് തൗഹീദിന്റെ വഴിയാണ്, ഇത് ആത്മീയതയുടെ വഴിയാണ്. ഈ വഴിക്കെതിരെ കളിക്കണ്ട. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബിന്റെ പ്രഭാഷണം നമുക്ക് റാഹത്തായോടെ നടക്കണം. മുഅ്മിനെ നിങ്ങൾ ചിന്തിച്ചോ? ഇത് ഔലിയാക്കളുടെ വഴിയാണ്. ഇത് നമ്മളൊക്കെ പരിചയപ്പെടുമ്പോ സമസ്തക്ക് നേതൃത്വം നൽകിയ ഔലിയാക്കൾ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും അങ്ങനെയുള്ള മഹാന്മാരാണ്. ഈ മഹാന്മാർക്കെതിരെ അത് ആര് കളിച്ചാലും, അത് ബിദ്അത്തുകാരാണെങ്കിലും
ഏത് കക്ഷികളാണെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദുനിയാവിൽ ആർക്കും എങ്ങനെയൊക്കെ ജീവിക്കാം. ദുനിയാവിലെ പളപളപ്പും സൗകര്യങ്ങളും വണ്ടിയുടെ വിലയും അല്ലെങ്കിൽ കുപ്പായത്തിന്റെ വിലയും അതൊന്നുമല്ല കാര്യം. ദുനിയാവിൽ ഏറ്റവും വിലപിടിപ്പുള്ള വണ്ടിയും ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ അള്ളാഹു കൊടുത്ത ആർക്കാ നമുക്കറിയാലോ. ഇപ്പൊ ട്രംപിന്റെയും മോഡിയുടെയും കാലമാണ്. ലോകത്തെ ചർച്ചയിൽ ആ രണ്ടാൾക്കാരെ നിലപാട് നമുക്കറിയില്ല. അള്ളാഹു എത്ര വിലപിടിപ്പുള്ള വാഹനങ്ങളും എത്ര വിലപിടിപ്പുള്ള ഡ്രസ്സൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് മാനദണ്ഡം വെച്ചാണ് കാര്യങ്ങളെ പരിശോധിക്കേണ്ടത്? ദുനിയാവും പണവും പ്രതാപവും സൗകര്യങ്ങളൊക്കെ അതാണോ ഒരു മാനദണ്ഡം? ബഹുമാനപ്പെട്ട മഹാന്മാരായ മശായിഖന്മാർ, ഉസ്താദുമാർ, ഞാനൊരു വളരെ സിമ്പിളായ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്കൊക്കെ വളരെ വേദനയുണ്ട്. കാരണം ഇങ്ങനെയുള്ള വേദികളിലൊക്കെ ചില കാര്യങ്ങൾ പറയുക, അതൊക്കെ വിശദീകരിക്കുമ്പോൾ നേരത്തെ പ്രിയപ്പെട്ട മലയമ്മ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്താണ് ഹക്കായ കാര്യങ്ങൾ എന്ന് ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനത്തിന്റെയും ബുദ്ധിയുള്ളവരുടെയും ഒന്നും പിന്തുണയില്ല. പിന്നെ കുറെ സാധുക്കളായ കുറെ മുത്തഅല്ലിമീങ്ങള് ചെറുപ്പം മുതലേ അവരെ കൊണ്ടുപോയി എന്നിട്ട് അവരെ അങ്ങനെ ഓരോന്ന് ചൊല്ലിപ്പഠിപ്പിച്ച് പഠിപ്പിച്ച് 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 അങ്ങനെ തന്ത്രത്തിലൂടെ അങ്ങനെ പറഞ്ഞ് പൊലിപ്പിച്ച് 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 ഒരു തരം ഒരു ആരാധനോ മനോഭാവത്തിലേക്ക് കൊണ്ടെത്തിച്ചപ്പോ ഉണ്ടാകുന്ന ഒരു മനഃശാസ്ത്രപരമായ ഒരു കാര്യം അത്രേ ഉള്ളൂ അല്ലേ? കുറെ എന്തൊക്കെ പറഞ്ഞു, ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. ഒരാളെ കുറിച്ച് പറയുന്നതിനൊരു പരിധിയൊക്കെ വേണ്ടേ? ഒരാളെ കുറിച്ച് പറയുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഒരു പരിധിയൊക്കെ വേണ്ടേ? എന്തൊക്കെ പറഞ്ഞു, അവിടെയാണ് വലിയ സങ്കടം. ഞാൻ അത് പറയല്ല, പക്ഷേ ഇതിനൊക്കെ തുടക്കം എന്താ കാരണം? ബാക്കിയൊക്കെ നിൽക്കട്ടെ. ഇപ്പൊ കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഉണ്ടായതും പല വിഷയങ്ങളും, പിന്നെ ഓരോ നാട്ടിലെ പ്രാദേശിക വിഷയങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ ചിലപ്പോൾ ഉള്ളത് പ്രാദേശികമായ വിഷയങ്ങളുണ്ട്, അതിനൊക്കെ കാരണങ്ങളുണ്ടാവും. കുടുംബപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ, അതൊക്കെ ഇതിലേക്ക് വലിച്ചു ചർച്ചയാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഒരു വിഭാഗത്തെ ഒരു തരം ഒരു തീവ്രമായ മനോഭാവത്തിൽ കൊണ്ടു നിർത്തി അടിയും പിടിയും കച്ചറും കേസും കൂട്ടം വെക്കണമൊക്കെ ഉണ്ടാവും. അതൊക്കെ എളുപ്പമാണ്. പക്ഷെ എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം? എന്തിനാണ് ഈ കച്ചറിയും ഫസദൊക്കെ ഉണ്ടായത്? അതൊന്ന് ചിന്തിച്ചുകൂടെ? ഒന്ന് ആലോചിച്ചുകൂടെ? ഇപ്പൊ ചില ആളുകളൊക്കെ പ്രസംഗിച്ച് നടക്കാണ്, ഞങ്ങളാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ ആളുകൾ, ഞങ്ങളാണ് ശംസുലുലമയുടെ ആളുകൾ. ഇത് ഒരു 10-20 കൊല്ലം മുമ്പ് കഴിഞ്ഞു പോയതാണല്ലോ. അപ്പൊ ഇത് പറയാൻ എളുപ്പമാണ്. കാരണം ശംസുലുലമ 1996 വഫാത്തായി. ഇപ്പൊ 2016 കഴിഞ്ഞല്ലോ അല്ലേ? നിങ്ങൾ ചിന്തിക്ക്, 20 കൊല്ലം മുമ്പ് ശംസുലുലമ വഫാത്തായി പോയി. അതായത് 20 കൊല്ലം മുമ്പുള്ള ചരിത്രം ഈ മുത്താലിം ഒരു 15-16 വയസ്സുള്ള ഒരു ശംസുലുലമനെയും കണ്ടിട്ടില്ല, കണ്ണിയത്ത് ഉസ്താദിനെയും കണ്ടിട്ടില്ല. ഒക്കെ കേട്ട് കേൾവി മാത്രമല്ലേ ഉള്ളൂ. ഈ മുത്താലിമീങ്ങളോട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ അവരൊക്കെ പിന്നെ വരക്കൽ മല്ലക്കോയ തങ്ങൾ പാപ്പാനി പാങ്കൽ അഹമ്മദ് തൊട്ട് മുസ്ലിയാരെയും കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുലുലമയൊക്കെ വഴിയിൽ ഇപ്പോഴാണ് നമ്മളെ ആൾക്കാരാണ് യഥാർത്ഥത്തിൽ. മറ്റത് സാധുക്കൾ വിശ്വസിക്കുമല്ലോ, ഈ ചരിത്രമൊന്നും അവർക്കറിയില്ലല്ലോ. ഒരു കാലത്ത് മലയമ്മയൊക്കെ വിശ്വസിച്ചതുപോലെ അവരൊക്കെ അത് പറയാറുണ്ട്. കാരണം ഇതിങ്ങനെ കേൾക്കുമ്പോൾ വിശ്വസിക്കാം. അതാ പ്രായവും ആ മനസ്സും അങ്ങനെയുള്ള വരെ വിശ്വസിച്ച ഈ ഉസ്താദുമാരെ വലിയ വലിയ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ അത് വിശ്വസിച്ചു പോവുകയാണ്. അത് കുറ്റം പറയല്ല, പിന്നെ ഹക്ക് മനസ്സിലാവുമ്പോൾ തിരിച്ചു വരികയാണ്. പക്ഷേ ഒരു കാര്യം, എന്തിനാണ് ഇവിടെ ഒരു വിഷയം 1980 സമസ്ത ചരിത്രം ഇവരും പറയാറുണ്ട്. സമസ്ത ചരിത്രം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് 89 ഒരു ഡൈവേർഷനാണ്. 89 സമസ്ത പുനഃസംഘടിപ്പിച്ചു എന്നാ പറയാ. 89 വരെ സമസ്ത ആളുകൾ ആരൊക്കെ? 89 വരെ സമസ്തയുടെ പ്രസിഡന്റ് കണ്ണിയത്ത് ഉസ്താദ്, 89 വരെ സമസ്തയുടെ സെക്രട്ടറി ശംസുലുലമ, 89 പുനഃസംഘടിപ്പിച്ചു. 89 മുതൽ പിന്നെ പ്രസിഡന്റും സെക്രട്ടറിയും മുഷാവറ മെമ്പർമാരൊക്കെ മാറുകയാണ്. എന്തിനാണ് പുനഃസംഘടിപ്പിച്ചത്? ഞാനൊരു മാന്യമായ ചോദ്യം ചോദിക്കാണ്. ഒച്ചട്ട് പറയാനും അറിയാം, വെല്ലുവിളിക്കാനൊക്കെ അറിയാം. പക്ഷെ ഞാൻ ആ ശൈലി ചോദിക്കല്ല, ഒരു സിമ്പിളായ ഒരു ചോദ്യം. 1989 സമസ്ത പുനഃസംഘടിപ്പിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. ആ പുനഃസംഘടിപ്പിച്ചപ്പോൾ പുനഃസംഘടിപ്പിച്ച സമസ്തയിൽ ശംസുലുലമ ഇല്ല, കണ്ണിയത്ത് ഉസ്താദില്ല, കെ അബൂബക്കർ ഹസ്രത്തില്ല,
ബഹുമാനപ്പെട്ട KC ജമാലുദ്ദീൻ ഉസ്താദില്ല, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദില്ല, കാളമ്പാടി ഉസ്താദില്ല, അമാനത്ത് കോയണ്ട് മുസ്ലിയാറില്ല, NK അബ്ദുല്ലപ്പ മുസ്ലിയാറില്ല, ബഹുമാനപ്പെട്ട KV ഉസ്താദില്ല, ബഹുമാനപ്പെട്ട KK ഉസ്താദില്ല, ബഹുമാനപ്പെട്ട കടങ്ങഴി ഉസ്താദില്ല, ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദില്ല, ബഹുമാനപ്പെട്ട CKM സാദിഖ് ഉസ്താദില്ല. അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് മഹാന്മാരായ ആളുകൾ അതുവരെ സമസ്തയിൽ ഉണ്ടായിരുന്ന പലരും എന്ന് പറഞ്ഞ 34 ആളുകളെ പുറത്താക്കി. അത് ആരാ ഈ 34 ആളുകൾ ആരാ? ഒന്ന് ചരിത്രം പഠിച്ചാൽ മതി. കണ്ണിയത്ത് ഉസ്താദ് ആരാ, ശംസുല്ലുമ ആരാ, അതേപോലെ ഈ പറഞ്ഞ ഒരുപാട് മഹാന്മാര്. ഞാൻ അതിൽ കുറെ പേര് ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും. ഈ 34 ആളുകളെ പുറത്താക്കി സമസ്തയെ പുനഃസംഘടിപ്പിക്കുമ്പോ ഈ 34 ആളുകളെ ഒന്നിച്ച് പുറത്താക്കാൻ എന്തെങ്കിലും ന്യായമായ ഒരു കാരണമാണല്ലോ അല്ലേ? ഒരു ന്യായമായ കാരണമാണല്ലോ. എന്താണ് അവർ ചെയ്ത തെറ്റ്? എന്താണ് കണ്ണിയത്ത് ഉസ്താദിനെ പഴിച്ചത്? എന്താ ശംസുലുമക്ക് പഴിച്ചത്? അല്ലെങ്കിൽ ഈ 34 മുശാവറ മെമ്പർമാർക്ക് എന്ത് പഴിച്ചു? സുന്നത്ത് ജമാഅത്തിൽ പഴിച്ചോ? ആശയ വ്യതിയാനം സംഭവിച്ചോ? അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഹറാമ് ചെയ്തോ? ഞാൻ പറയട്ടെ, ഈ മഹാന്മാരായ ആളുകൾ, അവരോട് അടുപ്പമുള്ള ഇവർക്ക് പോലും അറിയാമല്ലോ, ഒരു കറാഹത്ത് പോലും ചെയ്യാൻ ഭയപ്പെട്ട സൂഫിയാക്കളാണ്, ആരിഫീങ്ങളാ, മഹാന്മാരാ. ആ ഓരോരുത്തരുടെയും ചരിത്രം പരിശോധിച്ചു നോക്ക്. ഞാൻ ആ പറഞ്ഞതിൽ അന്ന് 89 മുശാവറ മെമ്പർമാരായ 2 ആളുകളെ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ. ബഹുമാനപ്പെട്ട ശൈഖുന CKM സാദിഖ് ഉസ്താദും ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദും. ബാക്കി 32 ആളുകളും വഫാത്തായി പോയി. ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഉൾപ്പെടെയുള്ള ഈ 32 മഹാന്മാരായ ആളുകൾ അവർ വഫാത്തായി പോയവരാ. അവരുടെ 32 ആളുകളുടെ വഫാത്ത് എങ്ങനെയായിരുന്നു, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അത് ഓരോരുത്തരുടെ ചരിത്രവും കൃത്യമായി ഞങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയും. ഓരോരുത്തരുടെ കറാമത്തുകളും അവരുടെ ജീവിതവും പരിശുദ്ധിയും അവരുടെ നിഷ്കളങ്കതയും. അവരാരും ദുനിയാവ് സമ്പാദിച്ചവരല്ല, അവരാരും ദുനിയാവിന് വേണ്ടി ജീവിച്ചവരല്ല. അവരെക്കുറിച്ച് ഒരു കറാത്ത് പോലും ശത്രുക്കളോ അല്ലെങ്കിൽ എതിരാളികളോ നാട്ടുകാരോ കുടുംബക്കാരോ അവർക്ക് പോലും പറയാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഒരു ജീവിതത്തിൽ ഒരു കറ, ഏതെങ്കിലും ഒരു കാര്യം അവർക്കെതിരെ ആരോപണം വന്നിട്ടില്ല. അങ്ങനത്തെ 34 ആളുകളെ എന്തിനാണ് നിങ്ങൾ പുറത്താക്കിയത്? പിന്നെ കാരണം പറഞ്ഞു. ശംസുൽ ഉലമ ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി നദ്വി സാഹിബിന്റെ മുജാഹിദുൽ ഇസ്ലാമിന്റെ പേഴ്സണൽ ലോ ബോർഡിന്റെ ആളുകളുടെ കൂടെ വേദി പങ്കിട്ടു മുതലക്കുളം മൈതാനിയിൽ. ശംസുൽ ഉലമ അവരെ സ്വീകരിക്കാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഇതല്ലേ ആരോപണം പറഞ്ഞത്? ശംസുൽ ഉലമക്കെതിരെ മാത്രം, കണ്ണിയത്ത് ഉസ്താദിനെതിരെ ആരോപണം പറ. ബാക്കി ഈ ശംസുൽ ഉലമ ഒഴികെയുള്ള 33 ആളുകൾക്കെതിരെ ഒരാരോപണം പറ, ഒന്ന് പറ. ശരി, നിങ്ങൾ ശംസുൽ ഉലമയെ മാറ്റി. എന്റെ ശംസുൽ ഉലമ ബിദ്അത്തുകാരോടൊപ്പം ശരീഅത്ത് സംരക്ഷിക്കാൻ വേദി പങ്കിട്ടു. മുജാഹിദുൽ ഇസ്ലാമിനെയും അതേപോലെ നദ്വി സാഹിബിനെയും പേഴ്സണൽ ലോ കൊണ്ട് ആളുകൾ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. ശരി, നിങ്ങളുടെ ഭാഷയിൽ അതൊരു തെറ്റാണെങ്കിൽ അതിന്റെ പേരിൽ സമസ്തയിൽ നിന്ന് ശംസുൽ ഉലമയെ പുറത്താക്കി. ശരി, അംഗീകരിക്കുന്നു. ബാക്കി 33 ആളുകൾ എന്തിനാണ് നിങ്ങൾ പുറത്താക്കിയതിന് കാരണം പറ. ശംസുൽ ഉലമ അത് കൃത്യമായി വിശദീകരിച്ചു. ശരീഅത്ത് എന്നത് എന്നും സമസ്തയുടെ നിലപാട്, ഇന്ത്യ രാജ്യത്ത് ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി അത് മറ്റുള്ള മുസ്ലിം സംഘടനകൾ എന്ന് ഗവൺമെന്റിന്റെ മുന്നിൽ അറിയപ്പെടുന്ന ആ സംഘടനകളോടൊപ്പമൊക്കെ വേദി പങ്കിടാനോ സമരം ചെയ്യാനോ ശരീഅത്തിന് പൊതുവായ വിഷയമാണ്. അത് സമസ്തയുടെ നിലപാട്, ശംസുൽ ഉലമയുടെ മാത്രം അഭിപ്രായമല്ല. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാ. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ പിന്നൊരു കാര്യം, ശരീഅത്ത് എന്ന് പറഞ്ഞ സുന്നത്ത് ജമാഅത്താ എന്ന് പറഞ്ഞാൽ കോടതിയും ഗവൺമെന്റും ഭരണഘടനയും അംഗീകരിക്കുന്ന ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബുകാർക്ക് പരിശുദ്ധമായ മിൻഹാജ് എന്ന കിതാബാണ് മാനദണ്ഡം. കോടതി അംഗീകരിക്കുന്ന കിതാബാ മിൻഹാജ്. അതേപോലെ ഫത്താവ ആലങ്കരി ഹനഫികൾക്ക് 4 മദ്ഹബുകാർക്ക് അവരുടെ ഇന്ന കിതാബ് എന്ന് പോലും കോടതിയും ഗവൺമെന്റും ഭരണഘടനയും അംഗീകരിച്ചതാ. അതാണ് പേഴ്സണൽ ലോ, അതാണ് ശരീഅത്ത് ആക്ട് എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്ത. ശംസുൽ ഉലമ പറഞ്ഞല്ലോ, സകല വഹാബികളെയും സകല മൗദൂദികളെയും സകല ബിദ്അത്തുകാരെയും അവരെ പിന്നിൽ നിർത്തിയിട്ട് സമസ്ത ഞങ്ങൾ മുന്നിൽ നിന്ന് സുന്നത്ത് ജമാഅത്ത് സംരക്ഷിക്കാനാ, മദ്ഹബുകൾ സംരക്ഷിക്കാനാ, ശരീഅത്ത് സംരക്ഷിക്കാനാ ഇന്ത്യയിലെ ശരീഅത്ത് ആക്ട് എന്ന് പറഞ്ഞ സുന്നത്ത് ജമാഅത്ത. അതിന് വഹാബികൾക്കും കൂടേണ്ടി വരിക ഗതികേട്.
അന്ന് കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനിയില് ശംസുൽ ഉലമയെ കാത്തിരിക്കുകയ സദസ് സേഠ് സാഹിബുണ്ട്, കോഴിക്കോട് വലിയകാൽ ഇമ്പിച്ചിക്കോയ തങ്ങളുണ്ട്, നദ്വി സാഹിബുണ്ട്, അതേപോലെ മുജാഹിദുൽ ഇസ്ലാം എല്ലാ ആളുകളും നിറഞ്ഞ സദസ് വേദി മുതലക്കുളം മൈതാനി. ശംസുൽ ഉലമ കടന്നു വരുന്നു, എല്ലാവരും എഴുന്നേറ്റു, സേഠ് സാഹിബ് എഴുന്നേറ്റു, തങ്ങൾ എഴുന്നേറ്റു, നദ്വി സാഹിബ് എല്ലാവരും എഴുന്നേറ്റു. ആദരവോടെ ശംസുൽ ഉലമയെ സ്വീകരിച്ച് മുന്നിലെ സീറ്റിലിരുത്തി ശംസുൽ ഉലമ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിറങ്ങിപ്പോയി. പിന്നെ ഇവരൊക്കെ പഠിപ്പിക്കാറുള്ളത്, മലയമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ഈ കുട്ടികളെ പഠിപ്പിക്കാറുള്ളത് എന്താണെന്നറിയോ? അന്ന് മുജാഹിദുൽ ഇസ്ലാം അവിടെ മുത്തലാഖിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞു, അതേപോലെ സ്ത്രീധനത്തെ കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞു. ശംസുൽ ഉലമ മറുപടി പറഞ്ഞില്ല. ശംസുൽ ഉലമ ഉദ്ഘാടനം ചെയ്ത് പോയിരുന്നു, അയാളുടെ പ്രസംഗം കേൾക്കാൻ ശംസുൽ ഉലമ ഉണ്ടായിട്ടില്ല, എന്നിട്ട് മറുപടി പറഞ്ഞില്ല എന്നൊക്കെ കാരണം വെറുതെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലേ? ചിന്തിക്കണം. അതാണ് കാരണമെങ്കിൽ ഞങ്ങൾ അഭിമാനത്തോടുകൂടെ പറയുന്നു, അന്നും ഇന്നും ശരീഅത്ത് സംരക്ഷിക്കാൻ സമസ്ത എന്നും മുന്നിലുണ്ടാകും. ഇപ്രാവശ്യം ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് 3 ദിവസം കൽക്കത്തയിലെ പേഴ്സണൽ ലോ ബോർഡിന്റെ മീറ്റിംഗിന് പങ്കെടുത്തു. എന്റെ പേഴ്സണൽ ലോ ബോർഡിലെ വിദഗ്ധക്കാരുണ്ട്, ശരിയാണ്. പക്ഷെ പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് അംഗീകരിക്കുന്ന, കോടതികൾ അംഗീകരിക്കുന്ന ഒരു ബോഡിയാ. ശരീഅത്തുമായ ഒരു വിഷയം വന്നാൽ കോടതി പോലും അഭിപ്രായം തേടാറുള്ളത് പേഴ്സണൽ ലോ ബോർഡിനോടാണ്. പേഴ്സണൽ ലോ ബോർഡിലെ മെമ്പറാണ് ആലിക്കുട്ടി ഉസ്താദ്. പേഴ്സണൽ ലോ ബോർഡിന്റെ ഇടപെടലുകൾക്ക് ഗുണമുണ്ട്. അതുകൊണ്ട് പേഴ്സണൽ ലോ ബോർഡിന് വേണ്ടി ശരീഅത്ത് സംരക്ഷിക്കാനാ പേഴ്സണൽ ലോ ബോർഡിന്റെ കൂടെ സമസ്ത നിൽക്കുന്നത്. ആ കൊൽക്കത്തയിലെ യോഗത്തിന് പോയപ്പോ ഇപ്രാവശ്യം കുറച്ച് ഗൗരവമായിരുന്നു വിഷയം. നമുക്കറിയാലോ, മോഡി ഉൾപ്പെടെയുള്ളവർ മുത്തലാഖ് നിരോധിക്കണമെന്ന് അഭിപ്രായപ്പെട്ട സന്ദർഭമാണ്, ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ നടന്ന സന്ദർഭമാണ്. ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് ആ പേഴ്സണൽ ലോ ബോർഡ് യോഗത്തില് ഫണ്ട് വേണമെന്ന് പറഞ്ഞപ്പോ കേസ് നടത്താനും മറ്റുമൊക്കെ വലിയ സംഖ്യ വേണം, ഓരോ സ്റ്റേറ്റുകാരും അതിലേക്ക് വിഹിതം തരണം. ആലിക്കുട്ടി പറഞ്ഞ 10 ലക്ഷം ഞങ്ങൾ തരാം സമസ്തയുടെ വിഹിതം. അവരെ ഓരോ കണക്ക് പറഞ്ഞു, എണ്ണം പറഞ്ഞ അവസാനം പേഴ്സണൽ ലോ ബോർഡ് ആളുകൾ പറഞ്ഞു, വിഹിതം വെക്കുമ്പോ നിങ്ങൾ 10 തരണ്ട, 7 തന്നാ മതി. കാരണം സമസ്ത അത്ര ശരീഅത്ത് സംരക്ഷിക്കാൻ അത്ര മുന്നില. 10 ലക്ഷത്തിലധികം ആളുകളുടെ ഒപ്പ് ശേഖരണം നടത്തി. അത് നൽകാനാണ് ഇപ്രാവശ്യം പ്രിയപ്പെട്ട റാബിഉ നദവിയെ ജാമിഅ സമ്മേളനത്തിന് കൊണ്ടുവന്നത്. അയാളുടെ വിശ്വാസത്തിൽ ചിലപ്പോൾ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ പേഴ്സണൽ ലോ ബോർഡിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ കൊണ്ടുവന്ന് അത് ഇപ്രാവശ്യത്തെ അതിന്റെ ഒരു നടപടി എന്നുള്ള നിലയിൽ ജനലക്ഷങ്ങളുടെ തക്ബീർ ധ്വനികളോടെ ആ 10 ലക്ഷത്തിന്റെ ഒപ്പ് കൈമാറി റാബിഉ നദവിക്ക്. കാരണം ഇന്ത്യയിൽ ശരീഅത്ത് സംരക്ഷിക്കപ്പെടണം എന്ന എല്ലാ ഘട്ടത്തിലും സമസ്ത എല്ലാവരും കൂടെ പോകല്ല. മലപ്പുറത്ത് ഏറ്റവും വലിയ ജനകീയ സംരക്ഷണ റാലി നടത്തി, ശരീഅത്ത് സംരക്ഷണ റാലി. ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ റാലികളിൽ ഒന്നാണ് എന്നാണ് എല്ലാ നിരീക്ഷകരും പറഞ്ഞത്. നമ്മളൊക്കെ പങ്കെടുത്തതല്ലേ? സമസ്ത ഒറ്റക്ക നടത്തിയത്. കോഴിക്കോട്ട് റാലി നടത്തി, കാസർഗോഡ്, കണ്ണൂര്, വയനാട്, ഓരോ ജില്ല, എന്റെ ജില്ലയായ പാലക്കാട്ട് കോട്ട മൈതാനി കണ്ട ഏറ്റവും വലിയ ജനകീയമായ റാലിയും ജനകീയ സമ്മേളനവും സമസ്തയുടെ ജില്ലാ കമ്മിറ്റി ഒറ്റക്ക് നടത്തിയതാ. അവിടെയൊന്നും വഹാബിയെയോ മൗദൂദിയോ കൂട്ടുപിടിച്ചിട്ടില്ല. സമസ്ത ഒറ്റക്ക് തന്നെയാ പോരാട്ടം. പക്ഷേ ചില അനിവാര്യമായ ഘട്ടങ്ങളിൽ പേഴ്സണൽ ലോ ബോർഡിന്റെ കൂടെ നിൽക്കേണ്ടി വരുന്നത് അത് നിയമപരമായ കുറെ കാര്യങ്ങളുള്ളത് കൊണ്ട് ആത്മാർത്ഥമായി വെറുതെ കടപ്പുറത്ത് സിന്ദാബാദ് പറയൽ മാത്രമല്ല, ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി പണം ചെലവഴിച്ചും ഒപ്പ് ശേഖരണം നടത്തിയോ, കോടതിയിൽ ഇടപെട്ടു, ആത്മാർത്ഥമായി ശരീഅത്ത് സംരക്ഷിച്ച് ഏക സിവിൽ കോഡ് വരരുത് എന്ന നിലപാടാണ് അന്നും. അത് ശംസുൽ ഉലമയുടെ നിലപാട്, ഇന്ന് ആലിക്കുട്ടി ഉസ്താദിന്റെ നിലപാട്. അതിന് കണ്ണിൽ കടിച്ചിട്ട് കാര്യമില്ല. ആ ഒരു ആരോപണം അന്ന് ശംസുൽ ഉലമയ്ക്കെതിരെ നടത്തിയത്. ഇപ്പൊ ഇവർക്കൊക്കെ അറിയാലോ, ഹസൻ സക്കാഫൊക്കെ എത്ര വേദികളിൽ പറഞ്ഞതാ. കാരണം ഹജ്ജ് കമ്മിറ്റിയിലൊക്കെ പോകുമ്പോ ജമാഅത്ത് മുജാഹിദ് നേതാക്കൾക്ക് കൈ കൊടുക്കുമ്പോ, കെട്ടിപ്പിടിക്കുമ്പോ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോ ഫോട്ടോയിൽ പെടണമെന്ന് വിചാരിച്ച് ഞങ്ങൾ മറഞ്ഞു നിൽക്കായിരുന്നു. കാരണം പിന്നെ ഹജ്ജ് കമ്മിറ്റി എന്താ അനിവാര്യ. അതേപോലെ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ വിദേഹത്തുകാർ അവരുടെ കൈ കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, അതൊക്കെ ഇപ്പൊ ഹലാൽ. അന്ന് ഈ ശംസുൽ ഉലമയ്ക്കെതിരെ പറഞ്ഞ ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളെ തെറ്റിദ്ധരുത്തി ആ പഴയ വഴിയിലേക്ക് തിരിച്ചു വന്നാൽ ഈ വിഷയങ്ങളൊക്കെ അവസാനിക്കൂലേ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട രാമന്തളി ഇവിടെ പറയും. അള്ളാഹു നമുക്ക് ഹക്കായ വഴി മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. 2 ലോകത്തും വിജയിക്കാനുള്ള ആത്മീയമായ വഴിയാണ് സമസ്തയുടെ വഴി. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയമുണ്ട്, നമ്മൾ പിന്നെ വൈകിട്ടില്ല അല്ലേ? ഇൻഷാ അല്ലാഹ് എന്തായാലും ബഹുമാനപ്പെട്ട രാമന്തളിയെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. ദീർഘകാലം ആ പ്രസ്ഥാനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തിയാണ്.
പിന്നെ വളരെ അനുഭവങ്ങളോടുകൂടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ വിശുദ്ധമായ ആത്മീയ വഴിയിലേക്ക് കടന്നു വന്ന അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. ഞങ്ങൾക്കൊക്കെ അറിയാം ഇപ്പോഴൊക്കെ അവരൊക്കെ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ. കാരണം സ്വാഭാവികമായ, പക്ഷേ ഒരു കാര്യം, ഭീഷണി കൊണ്ടും അതേപോലെ മറ്റുള്ള കുത്തുവാക്കുകളെ കൊണ്ടും ചെളിവാരി എറിയൽ കൊണ്ടും അതുകൊണ്ടൊന്നും ഹക്കായ ഒരു വഴിയിലുള്ള പ്രയാണത്തെ തടുത്തു നിർത്താൻ കഴിയൂല. ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ വഴിയാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചവരൊക്കെ മനസ്സിലാക്കി നമ്മുടെ പഴയ വഴി സംരക്ഷിക്കണം. ബഹുമാനപ്പെട്ട സമസ്തയുടെ വഴി, ജനകീയമായ വഴി, ഔലിയാക്കളുടെ വഴി, നമുക്ക് ഉപകാരമുള്ള വഴി, ഐക്യത്തിന്റെ വഴി, നന്മയുടെ വഴി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന്റെ അദ്ദേഹം വളരെ റാഹത്തോടുകൂടെ നമ്മളെ ഈ സദസ്സിൽ ചില ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ ആ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഒരു റിഫ്രഷ് ആവൽ ഒന്ന് നല്ലതാണ്. നമുക്ക് അവസാനം ഒരു ദുആയോടുകൂടെ നമുക്ക് പിരിയുകയും വേണം ഇൻഷാ അല്ലാഹ്. ഈ കാര്യങ്ങളൊക്കെ ഇത് പുണ്യമായ ജമാഅത്തുൽ ശൈഖ് ബഹുമാനപ്പെട്ട മഹാനായ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ബഹുമാനപ്പെട്ട മഹാനായ ശൈഖുന സൈനുൽ ഉലമയുടെ ഒക്കെ ആണ്ടിന്റെ ഒക്കെ ദിവസങ്ങളൊക്കെയാണ്. ആ മഹാന്മാരുടെ വഴിയാണ് നമ്മുടെ വഴി, സമസ്തയുടെ വഴി. നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്താൻ നമ്മൾ തന്നെയാണുള്ളത്. ഇവിടെ പ്രിയപ്പെട്ട ഹുദവിയും അതേപോലെ നമ്മുടെ പ്രവർത്തകര് അവരൊക്കെ കുട്ടികളാണ് ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അൽഹംദുലില്ലാ വലിയൊരു സമ്മേളനം പോലെ നിങ്ങളൊക്കെ വളരെ ആവേശത്തോടുകൂടെ സമസ്തയെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ഉസ്താദുമാരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു. CH ഹൈദറോസ് ഉസ്താദ് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം കൊടുത്ത് മദ്രസ ഉണ്ടാക്കാനൊക്കെ ഓടി നടന്നു. പിന്നെ തിരിച്ചു പോകാൻ ബസ്സിന് പൈസ ഇല്ലാത്തതുകൊണ്ട് നടന്നു. ചിന്തിക്കണം. ഞങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ വന്നാൽ ചിലപ്പോ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ തരും അല്ലേ? അല്ല, ചിലപ്പോ അത് എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഉസ്താദ് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും വേണ്ടാന്ന് അങ്ങനെ പറയൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ. നമ്മളെ ഈമാനൊക്കെ ഇപ്പൊ അങ്ങനെ നമ്മള് പറയല്ല. പക്ഷെ ഇപ്പോഴത്തെ സാരി നമ്മൾ വണ്ടിയൊക്കെ ഓടണം. മറ്റേ നമ്മളെ കബീർ ബാക്കി പറഞ്ഞതുപോലെ പിന്നെ നാര്യസലാത്ത് വലിയ മാത്രം വണ്ടി പോകില്ലല്ലോ, വണ്ടിക്ക് എണ്ണൊക്കെ അടിക്കണ്ടേ എന്നൊക്കെ പറയാം. ഓരോ ചെലവുണ്ടാവും, കുട്ടികൾക്കൊക്കെ ഇതിനൊരു സാമ്പത്തിക ചെലവുണ്ടാവും. ഈ പരിപാടികളൊക്കെ നടക്കും നമ്മുടെ കൂട്ടായ്മ കൊണ്ടാണ്. അവരൊക്കെ ചെയ്തതുപോലെ അവരൊക്കെ സ്വന്തം പണം ചെലവാക്കിയിട്ട് ദീനിന് വേണ്ടി കൊടുത്തവരാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആരും ഒരു പ്രയാസം ഇല്ലാതെ ഒന്നിങ്ങനെ ഒരു വഴിക്ക് വന്ന് പെട്ടെന്ന് പോ. നമുക്ക് അവസാനം ദ്വാരക്കണം. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മലയമ്മ ഉസ്താദ്, നമ്മള് അദ്ദേഹത്തിന്റെ കേവലം ഒരു പ്രസംഗം എന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയുന്നല്ലോ. പക്ഷെ ബഹുമാനപ്പെട്ടവര് വളരെ നമ്മുടെ അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ രീതിയും അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ പ്രവർത്തനങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നന്ദിയില് ശംസുൽ ഉലമയുടെ സ്ഥാപനത്തിലാണ് ബഹുമാനപ്പെട്ടവര് ഇപ്പൊ നിൽക്കുന്നത്. അത് നമ്മൾ ഒരുപാട് ശമ്പളം കൊടുത്ത് പിടിച്ചു നിർത്തുന്നല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഹക്കായ വഴി എന്നുള്ള നിലക്ക് അതൊരു കബൂലിയത്താണ്. ശംസുൽ ഉലമയുടെ സ്ഥാപനത്തിൽ നന്ദിയില് ഉസ്താദായി പഠിപ്പിക്കാനുള്ള ഒരു മഹാഭാഗ്യം എന്നത് അത് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ഉൾപ്പെടെയുള്ള മഹത്തുക്കൾ അവരെയൊക്കെ അംഗീകരിച്ചു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ് നല്ലൊരു സംഖ്യ ഇൻഷാ അല്ലാഹ് എല്ലാവരും കയ്യിൽ കൊടുക്കി നല്ല നിയത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് 500 ഉള്ളവർ 500 തന്നെ കൊടുക്കിട്ടോ. കാരണം ഇത് വലിയൊരു പരിപാടിയാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾ സംഘടിപ്പിച്ച മറ്റുള്ള വേറെ ഒരു തയ്യാറെടുപ്പൊന്നും ഉണ്ടായിട്ടില്ല. വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ചൊരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ സംഘാടകർ നിങ്ങൾക്കൊക്കെ അറിയാം. അവരൊക്കെ മറ്റുള്ള ജോലികളും മറ്റുള്ള തിരക്കുള്ളവർ. അപ്പോൾ നേരത്തെ ഒരു പിരിവ് സംഘടിപ്പിക്കാനോ ഇതിനുകൊണ്ടൊരു ഫണ്ട് ഉണ്ടാക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അത് നല്ല നിയത്തോടുകൂടെ സമസ്തക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിനുണ്ട് ദീനിന് വേണ്ടി 500 നോട്ടുകളുള്ളവർ അതെന്നെ കൊടുക്കി. ഒരു 100 50 ഒക്കെ ആയി നല്ല ചെറുതാക്കണ്ട അല്ലേ? പോക്കറ്റിലുള്ളത് ഇൻഷാ അല്ലാഹ് CH ഉസ്താദ് കൊടുത്തവരുള്ളൊക്കെ കൊടുത്ത് നടന്നു പോകും വേണ്ട. നമുക്ക് വണ്ടിക്കണ്ണടക്കാൻ കായും വേണം അല്ലേ? അള്ളാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അങ്ങനെയായിരുന്നു ഉസ്താദിന്റെ ഒക്കെ രീതി. നമ്മൾ ചിന്തിക്കണം. അതായത് പിന്നെ മൂപ്പരന്റെ വയല് പറയും എന്തൊരുന്നു അതൊക്കെ ചിന്തിച്ച സുബ്ഹാനല്ലാഹ്. ഒരു നാട്ടിലെ വയല് പറയാൻ രാവിലെ എത്തും. നോട്ടീസും പോസ്റ്ററും ഫ്ലക്സ് ഒന്നും ഉണ്ടാവില്ല, അനൗൺസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ഒരു നാട്ടിൽ രാവിലെ എത്തി എല്ലാ വീട്ടിലും കയറി ഇറങ്ങുന്നിട്ട് പറയും ഇന്ന് പള്ളിയിൽ അവിടെ വയലുണ്ട്, മഗ്‌രിബിന് ശേഷം എല്ലാവരും വരണം. ആരും CH ഉസ്താദ് തന്നെ നടന്ന് വീട്ടിൽ നിന്ന് ആളുകളെ ക്ഷണിക്കും. ആളുകളൊക്കെ മഗ്‌രിബിന് ഒരുമിച്ച് വിടും. പിന്നെ വയല് വരണ ആരാ? മൂപ്പരന്നെ. വയലിന് ക്ഷണിച്ചതും മൂപ്പരന്നെ. നോട്ടീസും ഇല്ല, പോസ്റ്ററും ഇല്ല, അനൗൺസ്മെന്റും ഇല്ല, ഫ്ലക്സും ഇല്ല, ഒന്നുമില്ല. വീടുകൾ കയറിറങ്ങി ആളുകളെ ക്ഷണിച്ചു. എന്നിട്ട് വയല് വരണം മൂപ്പരന്നെ. ഉസ്താദ് പറഞ്ഞു നമുക്ക് നമ്മുടെ നാട്ടിലെ ഇൽമു നിലനിൽക്കണം, മദ്രസ വേണം, ആരെങ്കിലുമൊക്കെ സ്ഥലം കൊടുക്കണം അല്ലെങ്കിൽ സ്ഥലം വാങ്ങണം.
സ്ഥലം ആരെങ്കിലും കൊടുത്താൽ ഉസ്താദ് പറയും കെട്ടിടം ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ആദ്യം ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ആദ്യം പോക്കറ്റിൽ നിന്നൊരു സംഖ്യ അങ്ങ് എടുത്തു കൊടുക്കും. എന്നിട്ട് ആളുകൾക്ക് നിന്ന് പിരിവ് വാങ്ങും. അങ്ങനെ മദ്രസകൾ ഉണ്ടാക്കി. അൽഹംദുലില്ലാഹ് ഇന്ന് സമസ്തയുടെ കീഴിൽ 9693 മദ്രസകളുണ്ട്. ഓരോ മദ്രസയിലും അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് 100 കണക്കിന് കുട്ടികൾ, 12 ലക്ഷത്തോളം വരുന്ന കുഞ്ഞു മക്കൾ നമ്മുടെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ. ഇൻഷാ അല്ലാഹ് നല്ലൊരു നിയത്ത് മനസ്സിൽ വെക്കുക. നമ്മുടെ മരിച്ചുപോയ ആളുകൾക്കൊക്കെ ഈ സദഖയുടെ തവാബ് ലഭിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറണം, വിഷമങ്ങൾ തീരണം, നമ്മുടെ നാട്ടിൽ റാഹത്തും സന്തോഷവും ഉണ്ടാവണം. ഹക്കായ സമസ്തയുടെ വഴി മനസ്സിലാക്കി ജീവിക്കാൻ, സമസ്തക്ക് ഖിദ്മത്ത് ചെയ്യാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതൽ നീണ്ടു പോകില്ല. നമുക്കെല്ലാം ഒരു ദുആയൊക്കെ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട രാമന്തള്ളിയുടെ പ്രൗഢമായ പ്രഭാഷണ ദുആ കഴിഞ്ഞ് നമുക്ക് പിരിഞ്ഞു എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് കൂടുതൽ നീണ്ടു 9:45 സമയം, കൂടുതൽ വൈകിട്ടില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. പടച്ച റബ്ബ് അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഒന്ന് ദ്വാരന്ന് പോകുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിഷമിപ്പിക്കല്ല. ചിലപ്പോ ഇടങ്ങറായി ഇത്ര നേരം വൈകി മൂത്രമൊഴിക്കാനൊക്കെ ഇടങ്ങറായിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി വന്നോളൂ ഇൻഷാ അല്ലാഹ്, വിരോധമല്ല. പക്ഷേ പരമാവധി ആളുകൾ ദുആയിൽ പങ്കെടുത്തു പോവുക. അതാണ് ഇതിന്റെ ലാഭം. നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും അതൊക്കെ സമസ്തക്ക് വേണ്ടിയാണ്. അതിന്റെ ഇടയിൽ ആർക്കെങ്കിലുമൊക്കെ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വിഷമിപ്പിക്കാനല്ല, അത് ഹക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയാം. അപ്പൊ മലയമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ആർക്കെങ്കിലും അതിൽ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സമസ്തയുടെ വഴി മഹാന്മാരുടെ വഴിയാണ്. അത് സൂഫിയാക്കളുടെ ഔലിയാക്കളുടെ വഴിയാണ്. അതിന് അനുകൂലമായി ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾക്കൊക്കെ, ചില ഉസ്താദുമാർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ പോലും അവർ സമസ്തക്കെതിരെ അവർ നിലപാട് സ്വീകരിച്ചിട്ടില്ല. സമസ്തക്കെതിരെ, കാരണം സമസ്തയെ അവരൊക്കെ മനസ്സിലാക്കിയത് ആ രൂപത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത എന്ന ആ ആത്മീയമായ വഴിയോടൊപ്പം നിൽക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെ ക്ഷണിച്ചാൽ പോരെ. ബഹുമാനപ്പെട്ട രാമന്തളി മുഹമ്മദ് സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ സേവന പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ. കാരണം അദ്ദേഹം കേവലം ഒരു പ്രസംഗം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരുപാട് ദഅ്വാ മേഖലകളുണ്ട്. കാരണം അദ്ദേഹം വളരെ മാതൃകാപരമായ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ പൊന്നുമക്കൾ, പെൺകുട്ടികൾ, അവരെ ഹാഫിളത്തുകളാക്കുന്ന, ഖുർആൻ മനപ്പാഠമാക്കുന്നത് ഉൾപ്പെടെ ഓരോ കാലഘട്ടത്തിൽ സമുദായം എന്താണോ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലൊക്കെ വളരെ കഠിനാധ്വാനം ചെയ്ത് അങ്ങനെയുള്ളൊരു മഹത്തായ സ്ഥാപനം. അതേപോലെ ഒരുപാട് കാലികമായ ദഅ്വ പദ്ധതികൾ നമ്മുടെ നെറ്റ് മുഖേനയും അതേപോലെ സാങ്കേതിക വിദ്യകൾ മുഖേനയൊക്കെ അദ്ദേഹം ഒക്കെ തയ്യാറാക്കിയ കഴിഞ്ഞ തവണ ഹജ്ജിന്റെ സീസണിൽ ഹാജിമാർക്ക് അവിടെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്പ് ഉൾപ്പെടെ അതൊക്കെ വളരെ ജനകീയമായ ആളുകൾക്ക് ഉപകാരമുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗപ്പെടുത്തി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കേവലം കുറെ പ്രസംഗിച്ച് നടക്കൽ മാത്രമല്ല, അങ്ങനെയുള്ള ഒരുപാട് ദഅ്വ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ ബുദ്ധിയും അദ്ദേഹത്തിന്റെ ആരോഗ്യവും അദ്ദേഹത്തിന്റെ ശബ്ദവും അള്ളാഹു അതിലൊക്കെ എല്ലാ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ദീർഘകാലം സുന്നത്തിയമായത്തിന്റെ ദീനിന് സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്കും നമുക്കൊക്കെ ആരോഗ്യവും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. സംഘാടകർക്ക് വേണ്ടി പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.